ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. നിലമ്പൂരിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ കടുക്കുകയാണ്. SDP അടക്കം എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണമെന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TM സിദ്ദിഖിന്റെ പ്രസ്താവന വിവാദമായപ്പോൾ വർഗീയവാദികളെ മനുഷ്യരായി തന്നെ കണക്കാക്കുന്നില്ലെന്നാണ് ഇടത് സ്ഥാനാർത്ഥി M സ്വരാജിന്റെ മറുപടി. അങ്ങനെയെങ്കിൽ നിലമ്പൂരിലെത്തി ശ്വാസം മുട്ടുന്നുവെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ ആരായി കണക്കാക്കുന്നു എന്നതിൽ കൂടി വേണം വ്യക്തത. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം KC വേണുഗോപാലിന് പിന്നാലെ ഇന്ന് വീണ്ടും സണ്ണി ജോസഫ് എടുത്തിട്ടത് യാദൃശ്ചികമല്ല. PV അൻവറിന് മുന്നിൽ കോലുമുറിച്ചിട്ടെന്ന് UDF പറയുമ്പോഴും തിരഞ്ഞെടുപ്പ് വരെ അനുനയ സാധ്യത കാണുന്ന VS ജോയെ നേതൃത്വം ശാസിക്കുമോ? UDFന്റെ ഗതികേടെന്ന് പരിഹസിക്കുന്നു MV ഗോവിന്ദൻ. PV അൻവറെ പിണക്കി മത്സരത്തിലേക്ക് എത്തിച്ചതിൽ ലീഗ് പ്രതിഷേധം ഹൈക്കമാൻഡിനെ അറിയിച്ചെന്നും വാർത്തകളുണ്ട്. അൻവറാകട്ടെ ഇന്ന് സമർപ്പിച്ച 2 പത്രികകളിൽ ഒന്ന് തള്ളിയിരിക്കുന്നു. അൻവർ TMC സ്ഥാനാർത്ഥിയല്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥി. ആരവങ്ങളിൽ ആര് എന്നതാണ് ചോദ്യം. ചർച്ചയിൽ ലീഗ് പ്രതിനിധി PK നവാസ്, CPM പ്രതിനിധി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, BJP പ്രതിനിധി യുവരാജ് ഗോകുൽ, തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് സാജിദ് ബാബു, രാഷ്ട്രീയ നിരീക്ഷകൻ A സജീവൻ എന്നിവരാണ് ഉള്ളത്. ആദ്യം ഞാൻ നവാസിലേക്ക് പോകുന്നു. PK നവാസ്, പ്രചാരണങ്ങളിൽ നിങ്ങളുടെ ആത്മവിശ്വാസം എത്രത്തോളമുണ്ട്? ഇന്നിപ്പോൾ PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. ഒരു പത്രിക തള്ളിയെങ്കിലും അദ്ദേഹം സ്വതന്ത്രനായി രംഗത്തുണ്ട്. നിങ്ങൾ ആ വാതിലടച്ചു എന്നൊരു വശത്ത് പറയുന്നു. പക്ഷേ ഇന്ന് VS ജോയ് തന്നെ നടത്തിയ പ്രതികരണം അവസാന നിമിഷം വരെയും അനുനയ ശ്രമങ്ങൾ എന്നുള്ളതാണ്. എന്താണ് ഇതിന് പിന്നിലെ കാര്യം? നിങ്ങൾക്ക് ആത്മവിശ്വാസക്കുറവുണ്ടോ? അല്ല സ്മൃതി, ഞങ്ങൾക്ക് ഒരു ആത്മവിശ്വാസക്കുറവുമില്ല എന്ന് മാത്രമല്ല, ഇന്നലെ ഞങ്ങളുടെ കൺവെൻഷൻ നിങ്ങളെല്ലാവരും കണ്ടതാണ്. നിങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ കൺവെൻഷനും അതേ സ്ഥലത്ത് അതേ പന്തൽ റിപ്പോർട്ട് ചെയ്തവരാണല്ലോ. ഞങ്ങളുടെ കൺവെൻഷനും കണ്ടവരാണ്. അപ്പോൾ ആർക്കാണ് ആത്മവിശ്വാസക്കുറവ്? ഞങ്ങൾ എന്തിനാണ് ആത്മവിശ്വാസക്കുറവ് കാണിക്കേണ്ടത്? ഞങ്ങൾ ഈ ഗ്രൗണ്ടിലുണ്ട്. എല്ലാ അർത്ഥത്തിലും ഐക്യ ജനാധിപത്യ മുന്നണി വലിയ മുന്നേറ്റം നടത്തുന്ന പ്രചരണത്തിൽ ആദ്യ റൗണ്ട് പരിപൂർണമായി പൂർത്തീകരിച്ച് ഞങ്ങൾ 2ാം റൗണ്ടിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു ആത്മവിശ്വാസക്കുറവിൻ്റെയും കാര്യം ഞങ്ങൾക്കില്ല. ഒന്നാമതായി. രണ്ടാമത്, ഈ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് ആത്മവിശ്വാസക്കുറവ് ഉണ്ടാവുക? എന്തു കാരണത്താലാണ് CPM പ്രതിനിധിയായി ഇടതുപക്ഷ പ്രതിനിധിയെ ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത്? ഒരർത്ഥത്തിലും ഇവിടുത്തെ ജനങ്ങൾ ഇടതുപക്ഷ പ്രതിനിധിക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്ന മാനസികാവസ്ഥയിലല്ല ഉള്ളത്. നമുക്കറിയാലോ, കേരളത്തിൻ്റെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്താണ്. കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ ഭരണകൂടത്തിൻ്റെ പരാജയത്തിൽ കൂപ്പുകുത്തി നിൽക്കുന്ന ഒരു ഘട്ടം. അതുമാത്രമാണോ? നിങ്ങൾ ഈ നിയമസഭാ മണ്ഡലത്തിൽ, നിങ്ങളുടെ റിപ്പോർട്ടർമാരൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ഈ നിയമസഭാ മണ്ഡലത്തിൽ ജനങ്ങളോട് സംസാരിക്കണം. ഈ നിയമസഭാ മണ്ഡലങ്ങളിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഈ പറയുന്ന ഇടത് സ്ഥാനാർത്ഥിയോ ഇടത് മുന്നണിയോ എന്തു നിലപാട് സ്വീകരിച്ചോ എന്ന് പരിശോധിച്ച് നോക്ക്. നമുക്കറിയാം, ഇവിടെ ഈ വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. മുത്തേടം പഞ്ചായത്തിലും കരുളായി പഞ്ചായത്തിലും ഉൾപ്പെടെ വന്യജീവി അക്രമത്തിൽ മരണപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് നീക്കുപോക്കലാണ്, എന്ത് ഇടപെടലുകളാണ് ഇടതുപക്ഷമോ ഈ ഗവൺമെന്റോ ചെയ്തിട്ടുള്ളത്? വേണ്ട, ഇനി പോകട്ടെ. ഈ പ്രദേശത്തുകാർ, 2 നാട്ടുകാരായ 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. മുത്തേടത്ത് ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം ആ പ്രദേശത്തുണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹം നിർവഹിക്കേണ്ട ദൌത്യം എന്താണ്? അവിടെ എത്തുകയും ജനങ്ങൾ ആശ്വസിപ്പിക്കുകയും ചെയ്യണം അദ്ദേഹത്തിന്റെ ദൌത്യമാണ്. മുത്തേടത്തും കരുളായിലും ഒക്കെ ഞങ്ങളുടെ നേതാക്കന്മാരുണ്ടായിരുന്നു, ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. മറിച്ചാണോ മറുപക്ഷത്തുള്ള ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി? അങ്ങനെയാണോ? നോക്കൂ, ഇവിടെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആശാകേന്ദ്രമായിട്ടുള്ള ജില്ലാ ആശുപത്രി കഴിഞ്ഞ 9 വർഷക്കാലത്തെ ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനത്തെ നിങ്ങളുടെ റിപ്പോർട്ടറെ വിട്ട് നിങ്ങളൊന്ന് പരിശോധിപ്പിക്കുക. 25 കോടി രൂപ ജില്ലാ പഞ്ചായത്ത്, ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് നൽകിയതല്ലാതെ 9 വർഷത്തിനിടക്ക് ആരോഗ്യ വകുപ്പിന്റെയോ ഗവൺമെന്റിന്റെയോ 1 രൂപയുടെ ഡെവലപ്മെന്റ്സ് ആ ആശുപത്രി ഉണ്ടായിട്ടില്ല. ഞാൻ നിൽക്കുന്ന നിങ്ങളുടെ സ്റ്റുഡിയോയിൽ നിന്ന് ഒരു കിലോമീറ്ററിനകത്താണതുള്ളത്. ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ സ്മൃതി. അത് മാത്രമല്ല, നോക്കൂ, നിങ്ങൾ 10 കോടി രൂപ ആര്യാടൻ മുഹമ്മദ് MLA ആയിരുന്ന സമയത്ത്, മന്ത്രി ആയിരുന്ന സമയത്ത് 2011-16 കാലയളവിൽ ഈ കൊടുത്തതിന്റെ ബാക്കിയായി ആ 10 കോടിയുടെ പ്രവർത്തനങ്ങൾ അന്നത്തെ കരാറുകാരൻ അവസാനിപ്പിച്ചു പോയും റീടേൺ ചെയ്തിട്ട് 13 കോടി രൂപയായി കാലാനുസൃതമായ വർധനവുണ്ടാകുമ്പോൾ ആ 3 കോടി രൂപ പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു ഭരണകൂടമായിരുന്നു ഈ ഭരണകൂടം. ആ 3 കോടി കൊടുത്ത് മലപ്പുറം ജില്ലാ പഞ്ചായത്താണ്. അപ്പൊ ഈ ജനങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ ഇവർക്ക് എന്തെങ്കിലും ശ്രദ്ധയുണ്ടായോ? മോട്ടെ, ഈ നിയോജക മണ്ഡലത്തിൽ 2 പ്രധാനപ്പെട്ട പ്രയാസങ്ങൾ ഉണ്ടായി. മനുഷ്യജീവൻ കവർന്നുകൊണ്ടുപോയ കവളപ്പാറ ദുരന്തം ഈ നിയോജക മണ്ഡലത്തിലുണ്ടായത്. 56 പേരുടെ മരണമുണ്ടായ കവളപ്പാറ ദുരന്തം. ആ കവളപ്പാറ ദുരന്തത്തിൽ ഒരു തവണ പോലും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ നിയോജക മണ്ഡലത്തിൽ വന്ന്
കവളപ്പാറയിലേക്ക് വന്നിട്ടില്ല. മിനിയാന്ന് വന്നല്ലോ ഇവിടെ നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ. ആ മനുഷ്യനാണല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രി. അദ്ദേഹം കവളപ്പാറയിൽ 56 പേരുടെ ജീവൻ കവർന്നെടുത്ത ഒരു ദുരന്തം ഉണ്ടായിട്ട്, സകലതും സമ്പത്തും സ്വത്തും വീടും എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു ജനത ഉണ്ടായിട്ട്, ആ ജനതയുടെ അടുത്തേക്ക് ഇന്നേ വരെ വന്നു നോക്കാത്തൊരു മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വന്നിട്ട് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ കൈ ഉയർത്തിയിട്ട് നിങ്ങൾ വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾ ആരെയാണ് സ്മൃതി വിശ്വസിക്കേണ്ടത്? നോക്കൂ, ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരു വർഷം മുൻപാണല്ലോ വയനാട് ദുരന്തം ഉണ്ടായത്. ആ വയനാട് ദുരന്തം ഞാൻ ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ വയനാട് ദുരന്തം ഉണ്ടാകുമ്പോൾ 283 മനുഷ്യ ശരീരങ്ങളോ മനുഷ്യ ശരീര അവശിഷ്ടങ്ങളോ ആണ് ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഒഴുകിപ്പോകുന്ന പുഴയിൽ നിന്ന് നമ്മൾ കണ്ടെടുക്കുകയും ഇവിടുത്തെ ജനങ്ങൾ ഒരുമിച്ച് കണ്ടെടുക്കുകയും ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി സംസ്കരിക്കുകയും ആരോടാണെന്ന് തിരിച്ചറിയാത്ത വലിയ പ്രതിസന്ധി ഉണ്ടായത്. 15-20 ദിവസം ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾ ഒരുമിച്ചാണ് അതിന് സംസ്കാര ചടങ്ങുകൾക്ക്, ബോഡി കണ്ടെത്തുന്നതിற்கு, പുഴയിൽ തടകെട്ടി ഈ പറയുന്ന മനുഷ്യ ശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കാനൊക്കെ നേതൃത്വം കൊടുത്തത് നാട്ടുകാരനായ സ്ഥാനാർത്ഥിയാണല്ലോ ഇടതുപക്ഷത്തിന്റേത്. ഒരു ചിത്രം നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിക്കാൻ കഴിയോ? നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ ഉണ്ടെന്ന് പറഞ്ഞ് ചിത്രം കാണിച്ചത് 2019 കവളപ്പാറ ദുരന്തത്തിന്റേതാണ്. അപ്പൊ ഈ നാടിന്റെ ദുരന്തം ഉണ്ടാകുന്നിടത്ത് എവിടെയും ഇല്ലാത്ത ഒരു ഇടതുപക്ഷം, ഈ നാടിന്റെ ദുരന്തങ്ങൾ, ഈ നാടിന്റെ പ്രയാസങ്ങൾ, നാടിന്റെ പ്രതിസന്ധികൾ എവിടെയും ഇല്ലാത്തൊരു മുഖ്യമന്ത്രി, അവിടെ എവിടെയും കാണാത്തൊരു സ്ഥാനാർത്ഥി, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഈ നാടിന്റെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി. അതുകൊണ്ട് ഞങ്ങൾ തികച്ചും വിശ്വസിക്കുന്നു, ആത്മവിശ്വാസക്കുറവിന്റെ ഒരു നാമ്പ് പോലും ഞങ്ങൾക്കില്ല. 100% ആത്മവിശ്വാസത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞതുപോലെ എല്ലാ അർത്ഥത്തിലും ആത്മവിശ്വാസത്തിൽ ഈ തിരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുകയാണ്. വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ രണ്ടാമത് ആലോചനയുടെ ആവശ്യമില്ല. ശരി, അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ഇന്നത്തെ പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. ഞാൻ നവാസിനോടും അതാണ് ചോദിച്ചത്. ഇന്നിപ്പോൾ എം സ്വരാജ് നടത്തിയ പ്രതികരണം SDPI വോട്ടുമായി ബന്ധപ്പെട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പറഞ്ഞ കാര്യം എല്ലാ മനുഷ്യരുടെയും, SDPI അടക്കം എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണം എന്നുള്ളതാണ്. അപ്പോൾ തീവ്ര നിലപാടുള്ളവരെ, വർഗീയ നിലപാടുള്ളവരെ മനുഷ്യരായി പോലും കാണുന്നില്ല എന്നാണ് എം സ്വരാജ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അവിടെ വന്ന് വർഗീയ പ്രസംഗം നടത്തിയ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലും അങ്ങനെ ഒരു പ്രതികരണം വേണ്ടതല്ലേ? അങ്ങനെ ഒരു ഉറച്ച പ്രതികരണം എന്തുകൊണ്ട് നിങ്ങളിൽ നിന്നില്ല? അന്ന് വർഗീയ പ്രസംഗം നടത്തി അദ്ദേഹം പോയ ശേഷം മുഖ്യമന്ത്രി അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങിൽ പോകുമോ എന്ന ചോദ്യമുണ്ടായിരുന്നു. അദ്ദേഹം പോവുകയും ചെയ്തു, ആദരിക്കുകയും ചെയ്തു, വലിയ രീതിയിൽ അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വർഗീയത നിങ്ങൾ സെലക്റ്റീവായിട്ടാണോ കാണുന്നത്? ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും വർഗീയതയ്ക്കെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും. ഇന്ന് സ്ഥാനാർത്ഥിയായിട്ടുള്ള സഖാവ് എം സ്വരാജ് വളരെ കൃത്യമായിട്ട് തന്നെ സൂചിപ്പിച്ചു, ഇത്തരത്തിൽ വർഗീയത പുലർത്തുന്ന, വർഗീയവാദവുമായിട്ട് മുന്നോട്ട് പോകുന്നവർ അവരെ മനുഷ്യരായിട്ട് പോലും കരുതാൻ കഴിയില്ലെന്നും അത്തരത്തിലുള്ള വർഗീയവാദികളുടെ വോട്ട് വേണ്ട, മനുഷ്യരുടെ വോട്ട് മതി എന്ന് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതിലൊന്നും ഒരു ക്ലാരിറ്റി കുറവുമില്ല. എല്ലാ ഘട്ടത്തിലും വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്നവരാണ് ഞങ്ങൾ. ഇത്തരത്തിൽ ഏറ്റവും ഭൂരിപക്ഷ വർഗീയതയുടെ പേരിൽ വിഷം തുപ്പുന്ന വാചകങ്ങൾ പറയുന്ന, സമൂഹത്തിൽ വിള്ളലുണ്ടാക്കുന്ന സാധാരണ മനുഷ്യന്മാർ ഏറ്റവും അധികം വെറുപ്പോടെ ഇത്തരം പ്രസ്താവനകളെ കാണുന്ന വ്യക്തിയെ ലീഗിന്റെ ഏറ്റവും ഭൂരിപക്ഷമുള്ള പഞ്ചായത്തിൽ പ്രത്യേക നിയമനം കൊടുത്തതും അടക്കം ഇന്ന് നിങ്ങൾ തന്നെ പുറത്തുവിട്ട, ഇന്ന് പൊതുസമൂഹത്തിൽ ഏറ്റവും ചർച്ചയായിട്ടുള്ള, വളരെയധികം ഞെട്ടലോടെ ആളുകൾ കണ്ട, ശ്രവിച്ച വാർത്തകളടക്കം പൊതുസമൂഹത്തിലുണ്ട്. അപ്പൊ ആരാണ് ഇത്തരത്തിലുള്ള വർഗീയവാദികളെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രോത്സാഹിപ്പിക്കുന്നത്? പോലെ വ്യക്തമാണ്. CPM-ന്റെ പരാതിയിലല്ല, ലീഗിന്റെ പരാതിയിലാണ്. ഞങ്ങൾ പരാതി കൊടുക്കണം എന്തിനാ? അവർക്ക് ഭൂരിപക്ഷമുള്ള സംവിധാനം, അവർക്ക് ഭൂരിപക്ഷമുള്ള പഞ്ചായത്തിൽ അവർ തന്നെ പാനൽ വയ്ക്കുന്നു, അവർ തന്നെ തീരുമാനിക്കുന്നു, അവർ തന്നെ ശമ്പളവും ആനുകൂല്യവും എല്ലാം തീരുമാനിക്കുന്നു. പോലെ വർഗീയ വിഷം തുപ്പുന്ന ഒരാളെ ആ സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു വിമർശനമാകാമായിരുന്നല്ലോ. നിങ്ങൾക്കിതൊരു നല്ലൊരു ആയുധമായിരുന്നല്ലോ, പ്രയോഗിച്ചു കണ്ടില്ല. അല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ, ഈ കേരളത്തിലെ ജനത എന്ന് വെച്ചാൽ ഏറ്റവും സാക്ഷരതയുള്ള ജനതയാണ്. ശരിയും തെറ്റും നന്നായി തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുന്നവരാണ്. ഏതെങ്കിലും തരത്തിൽ ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നു പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്നവരല്ല. ലീഗിന് മൃഗീയ ഭൂരിപക്ഷമുള്ള പഞ്ചായത്തിൽ ലീഗ് അജണ്ട വെച്ച് ലീഗ് എടുത്ത തീരുമാനം പൊതുസമൂഹത്തിൽ വ്യക്തമുണ്ട്. അത് ഞങ്ങൾ പ്രസ്താവന നടത്തിയാലോ ഇല്ലെങ്കിലും ജനങ്ങൾ കൃത്യമായിട്ട് ചർച്ച ചെയ്യും. ഞങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ലീഗ് അത്തരത്തിലൊരു തീരുമാനം എടുക്കണമെങ്കിൽ എന്താണ് ഡീല്, ആ ഡീലൊക്കെ പുറത്തു വരട്ടെ. ഇപ്പൊ UDF ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ OLX-ൽ അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോഴാണല്ലോ UDF-ന്റെ പ്രമുഖ കക്ഷിയുടെ പ്രമുഖ നേതാവിനെ കൊണ്ടുപോയി BJP സ്ഥാനാർത്ഥിയാക്കുന്നു.
ആ BJP സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിക്കുമ്പോൾ പോലും അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫിൽ നിന്ന് രാജിവെച്ചിട്ടില്ല. നാളെ ഞാൻ BJPയുടെ മെമ്പർഷിപ്പ് എടുക്കും എന്ന് പറയുമ്പോൾ പോലും ഇന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ പൊതുരാഷ്ട്രീയത്തിൽ സ്വന്തം മുന്നണി വിട്ടും രാഷ്ട്രീയ പാർട്ടി വിട്ടും പലരും മറ്റ് മുന്നണിയിൽ പോയി സ്ഥാനാർത്ഥിയായിട്ടുള്ള ചരിത്രം എല്ലാ LDFിലും UDFിലൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഹോൾഡ് ചെയ്യുകയും സംസ്ഥാന നേതാവായി തുടരുകയും ചെയ്യുമ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതും നാളെ മെമ്പർഷിപ്പ് എടുക്കാൻ കാത്തു നിൽക്കുന്നതും ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശത്തിലുള്ള CPMന്റെ പ്രതികരണം ഒന്ന് പറയാമോ അഡ്വക്കേറ്റ് KS അരുൺകുമാർ? കാരണം അത് അവിടെ വോട്ടാകുമെന്നാണ് തുഷാർ വെള്ളാപ്പള്ളിയും പറയുന്നത്. മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയോട് പറയണം. അല്ല, ഞാൻ പറയുന്ന വാക്കുകൾക്കും വാചകങ്ങൾക്കും എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. എൻ്റെ ചർച്ച നടക്കുമ്പോൾ കുറച്ച് ചർച്ചകളിലായി ഈ PK നവാസ് അനാവശ്യമായിട്ട് വിവാദം ഉണ്ടാക്കുന്നുണ്ട്, അനാവശ്യമായിട്ട് ഇടപെടുന്നുണ്ട്. അദ്ദേഹം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഇടപെടുന്നില്ല. ഒന്നും ആങ്കർ എന്ന രൂപത്തിൽ താങ്കൾ ഒന്ന് പറഞ്ഞേക്കുക. ഇവിടെ ഞാൻ പറയാം 5 വർഷം മുൻപ് അല്ല കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കൺവെൻഷനിൽ വെച്ച് ജോസഫ് വിഭാഗത്തിന്റെ നേതാവ് പങ്കെടുത്ത് പറഞ്ഞല്ലോ, 5 വർഷമായി ജോസഫ് വിഭാഗത്തിന്റെ ഒരു സംഘടനാ ചുമതലയിലോ ഒരു ഭാരവാഹിത്വത്തിലോ ഇല്ല, മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല, പുതുക്കി കൊടുത്തിട്ടില്ല. വളരെ കൃത്യമായി ഇന്നലെ പറഞ്ഞതല്ലേ. പിന്നെ ഇവിടെ വന്നിരുന്ന് കളവ് പറയാണോ? ജോസഫ് വിഭാഗത്തിന്റെ ഏത് പദവി വഹിച്ചു എന്ന് അദ്ദേഹം പറയട്ടെ. ജോസഫ് വിഭാഗം പാർട്ടിയുടെ ഏത് ചുമതലയിൽ ഏത് ഭാഗത്ത് അംഗത്വമാണ് അദ്ദേഹം സ്വീകരിച്ചത്? കഴിഞ്ഞ 5 വർഷമായി ഞങ്ങളുടെ ജോസഫ് വിഭാഗത്തിന്റെ പാർട്ടി അംഗത്വം ഇല്ല എന്ന് ജോസഫിന്റെ നേതൃത്വം വളരെ കൃത്യമായി ഇന്നലെ പറഞ്ഞു. അത് പോരാ, CPMന്റെ പ്രതിനിധി പറഞ്ഞു തന്നെ മലയാളി വിശ്വസിക്കണം എന്നാണോ? പച്ചക്കള്ളന്നല്ലേ അദ്ദേഹം പറയുന്നത്? ഇപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ, വഴിക്കടവ് പഞ്ചായത്തിൽ ഒരു സ്റ്റാൻഡിംഗ് കൗൺസിൽ നിർത്തിയത് ലീഗ് ഭൂരിപക്ഷമുള്ള പഞ്ചായത്ത്. ശരിയാ, ലീഗ് ഭൂരിപക്ഷമുള്ള പഞ്ചായത്ത്. അവിടെ ഒരു കുഴപ്പമുണ്ട് സ്മൃതി. എന്താ കുഴപ്പം എന്നറിയോ? അവിടെ ഒരു സെക്രട്ടറി ഉണ്ട്. ആ മിനിറ്റ്സിന്റെ തീരുമാനം എന്താണെന്നറിയോ? സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയെന്ന. ആരെ സെക്രട്ടറി എന്നറിയോ? റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ CPMന്റെ സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞ, സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ ജില്ലാ പഞ്ചായത്ത് അംഗം ഷറോണ റോയിയുടെ ഹസ്ബൻഡ് സന്തോഷ് എന്ന് വെച്ചാൽ CPMന്റെ ജില്ലാ പഞ്ചായത്ത്, മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ വഴിക്കടവ് ഡിവിഷനിലെ CPMന്റെ മെമ്പർ. ആ CPMന്റെ മെമ്പറുടെ ഭർത്താവ് സന്തോഷാണ് അവിടുത്തെ പഞ്ചായത്ത് ബോർഡിന്റെ സെക്രട്ടറി. ആ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതാണ്. ആ ചുമതലപ്പെടുത്തിയ സെക്രട്ടറി വളരെ തന്ത്രപരമായി ഗൂഢനീക്കത്തോടു കൂടി ഇങ്ങനെ ഒരാളെ കൊണ്ടുവച്ചു. അത് അറിഞ്ഞ ഉടനെ തന്നെ നടപടിയെടുക്കാനും നീക്കം ചെയ്യാനും UDF നേതൃത്വം നിർദ്ദേശം നൽകി. അപ്പൊ എന്തെങ്കിലും പുകമറ ഉണ്ടാക്കി വന്ന് കളവ് ഇങ്ങനെ പറയുമ്പോ നിങ്ങൾ സത്യം പറയുമ്പോൾ കളവ് പറയുമ്പോൾ തിരുത്തേണ്ടി വരും. ശരി, അരുൺ പറയൂ. കളവാണ് പറയുന്നതെങ്കിൽ അത് കളവ് പറയുകയില്ല എന്നും പറയുന്നതിൽ എന്തെങ്കിലും അബദ്ധമോ വാക്ക് തെറ്റായി പോയാലോ അത് തിരുത്തുന്നതിന് ഒരു മടിയില്ല. ഇപ്പോൾ ഈ കോൺഗ്രസ് ലീഗിന്റെ പ്രതിനിധി വന്നിരുന്നത് എൻ്റെ ചർച്ച തുടങ്ങുമ്പോഴേക്കും ഇടപെടുക, എന്നിട്ട് കളവ് പറയുന്നത് താങ്കളാണ്. താങ്കൾ എന്താ പറഞ്ഞേ? 5 കൊല്ലമായി ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മാറിയ ആൾ കേരള കോൺഗ്രസ് ജോസഫിൽ പ്രവർത്തിച്ചിട്ടില്ല. 5 കൊല്ലമായി. ഞാനിപ്പോൾ സ്മൃതിയുടെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. ഏപ്രിൽ മാസം 15 തീയതി 2025 ഏപ്രിൽ മാസം 15, അതായത് ഇന്നേക്ക് ഏകദേശം ഒരു 17 ദിവസം മുമ്പ്, അതായത് ഇദ്ദേഹം BJP സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് ഏകദേശം 15 ദിവസം മുമ്പ് ഈ മലപ്പുറത്ത് നടന്ന കേരള കോൺഗ്രസിന്റെ നേതൃ കൺവെൻഷൻ, ആ കൺവെൻഷനിൽ മോൻസ് ജോസഫ് അടക്കം ഉള്ള നേതാക്കന്മാർ, PC തോമസിനടക്കം ഉള്ള നേതാക്കന്മാർക്കെതിരെ സ്റ്റേജിലിരുന്ന അധ്യക്ഷ പദവി വഹിക്കുന്ന ചിത്രമാണ് ഞാൻ ഇട്ടത്. 3 ചിത്രം ഞാൻ ഇട്ടിട്ടുണ്ട്. എന്താണ് ലീഗിന്റെ പ്രതിനിധി പറയണേ? 5 വർഷം ആയിട്ട് അദ്ദേഹം കേരള കോൺഗ്രസിന്റെ പ്രവർത്തകനല്ല. അങ്ങനെ പ്രവർത്തകനല്ലെങ്കിൽ 2025 ഏപ്രിൽ മാസം 15 തീയതി മലപ്പുറത്ത് നടക്കുന്ന ഈ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൺവെൻഷനിൽ എങ്ങനെ അധ്യക്ഷം വഹിക്കും ഇപ്പോഴത്തെ BJP സ്ഥാനാർത്ഥി? BJP യോഗത്തിന്റെ അല്ല അധ്യക്ഷം വഹിച്ചിരിക്കുന്നത്, കേരള കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ കൺവെൻഷൻ അധ്യക്ഷം വഹിച്ച ആളെ കുറിച്ച് 15 ദിവസം അധ്യക്ഷം വഹിച്ച നിങ്ങൾ മര്യാദയ്ക്ക് ഇത് മര്യാദകേട്, ഇതാണ് മര്യാദകേട്. ഔദ്യോഗികമായ സ്ഥാനങ്ങളൊന്നുമില്ലായിരിക്കാം, പക്ഷെ അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം അദ്ദേഹം മാർത്തോമാ സഭയുടെ വിവിധ സ്ഥാപനങ്ങളുടെ ചുമതലയുള്ള ആളാണ്. പങ്കെടുത്തിട്ടുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗ് നേതാവ് ഇവിടെ വന്ന് പറഞ്ഞെങ്കിലും നിലമ്പൂരിൽ ചടങ്ങിൽ പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങളുണ്ട്. ഞാൻ ജോസഫിന്റെ നേതൃത്വം പറഞ്ഞ കാര്യം ശരി, നേതൃത്വം പറഞ്ഞു, ശരി തന്നെ. പക്ഷെ പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങൾ ഇവിടെ വരികയാണ്. എന്തായാലും അതാണോ പ്രധാനപ്പെട്ട വിഷയം? ഇപ്പോൾ CPM രാവിലെ CPM ആയി വൈകിട്ട് BJP ആവുന്ന നേതാക്കൾ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന ആൾക്കാരുണ്ട്. അത് സത്യമാണ്, അതൊരു യാഥാർത്ഥ്യമായി അവിടെ നിൽക്കുന്നു. ഇന്നത്തെ പ്രതികരണങ്ങളിൽ
നവാസ് അതവിടെ നിൽക്കുകയാണ്. ഇന്നത്തെ പ്രതികരണത്തിൽ അരുൺകുമാർ എനിക്ക് അറിയേണ്ടത് വെള്ളാപ്പള്ളി നടത്തിയ വർഗീയ പ്രതികരണവുമായി ബന്ധപ്പെട്ട്, വർഗീയ പ്രസംഗവുമായി ബന്ധപ്പെട്ട് സ്വരാജ് എടുക്കുന്ന നിലപാട് എന്താണ്, അല്ലെങ്കിൽ CPM എടുക്കുന്ന നിലപാട് എന്താണ്? അതിലൊരു പ്രതികരണം നിങ്ങളിൽ നിന്ന് വന്നിട്ടില്ല. നിങ്ങൾ SDPയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ തന്നെ നേതാവ് പറഞ്ഞു, നിങ്ങളെ പ്രതിരോധത്തിലാക്കിയത് പ്രതിപക്ഷമല്ല, നിങ്ങളുടെ തന്നെ നേതാവ് പറഞ്ഞ പ്രതികരണത്തിലാണല്ലോ സ്വരാജിന് അഭിപ്രായം തരുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നു മനുഷ്യരായി കണക്കാക്കുന്നില്ല വർഗീയവാദികളെ എന്ന്. അങ്ങനെയെങ്കിൽ വെള്ളാപ്പള്ളി നടത്തിയ വർഗീയ പ്രസംഗം അദ്ദേഹത്തെ വർഗീയവാദിയായി കാണുന്നുണ്ടോ? പറയാം, ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ റീലും ട്രോളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇടയ്ക്ക് ഒരു ഇടപെടൽ, ഒരൊച്ചപ്പാട്, സത്യസന്ധമായിട്ടുള്ള വാർത്ത കേൾക്കുമ്പോൾ ഒരു അസഹിഷ്ണുത, അതിൻ്റെ ആ ഒരു നമ്പർ കൈവശം വച്ചാൽ മതി ലീഗിന്റെ പ്രതിനിധി. കുറച്ച് നാളായിട്ട് ഇത് കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാചകങ്ങൾ കൃത്യമായി, ഞാൻ ആ ഫോട്ടോ വരെ ഇട്ട് തന്നല്ലോ, 15 ദിവസം കോൺഗ്രസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ല കോൺഗ്രസ് കുറെ അല്ലല്ല കോൺഗ്രസ് ഞാൻ പറയട്ടെ ഞാൻ അതിലേക്ക് അല്ല, ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. എനിക്ക് ഒരു മറുപടി, ഒരു മടിയില്ല, ഞാൻ മറുപടി പറയുകയാണ്. കാരണം ഇത്രയും വ്യക്തമായിട്ടുള്ള ചിത്രവും ഫോട്ടോയും വീഡിയോയും ഒക്കെ ഉള്ളപ്പോഴാണ് ഇദ്ദേഹം ഇത്തരത്തിൽ കോൺഗ്രസ് പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ആ പ്രസ്താവന എന്തൊക്കെയാണെന്ന് പൊതുസമൂഹത്തിൽ അറിയാം. ഞങ്ങൾ വർഗീയവാദികൾക്കെതിരെ അന്നും ഇന്നും കൃത്യമായിട്ട് നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലും അവരെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തിട്ടില്ല. വർഗീയവാദികളെ പ്രതിരോധിച്ചതിന്റെ ഭാഗമായി നിരവധി പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. ഈ മണ്ഡലം തന്നെ ഞങ്ങൾക്കറിയാം, ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് വേണ്ടി നയിച്ച് അതിന്റെ ഭാഗമായി ധീര രക്തസാക്ഷിത്വം വഹിച്ച കുഞ്ഞാലിയുടെ മണ്ണാണ്. ഇന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി M സ്വരാജ് പറഞ്ഞ നിലപാട്, ആ നിലപാട് കൃത്യം. ഞങ്ങൾക്ക് ഒരു വർഗീയവാദികളുടെയും വോട്ട് വേണ്ട, മനുഷ്യരുടെ വോട്ട് മതി. വർഗീയവാദികളെ ഞങ്ങൾ മനുഷ്യരായിട്ട് കാണുന്നില്ല. സ്വരാജ് SDPയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ ചോദിക്കുന്നത്. വെള്ളാപ്പള്ളിയും വർഗീയ പ്രസംഗമാണ് നടത്തിയത്. തൊട്ടു പിന്നാലെ വെള്ളാപ്പള്ളിയെ ആദരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയി. എന്നിട്ട് അവിടെ പറഞ്ഞ വാക്കുകൾ, അനിതര സാധാരണമായ കർമ്മശേഷിയുള്ള നേതാവ്, കുമാരനാശിന് പോലും സാധിക്കാത്ത കാര്യങ്ങൾ സാധിച്ചെടുത്ത നേതാവ് എന്നൊക്കെയാണ്. ആ വർഗീയ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതികരണം വന്നിട്ടില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? കാരണം അതിവിടെ വോട്ടാകുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറയുകയാണ്. ഇല്ല, ഇവിടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പാർട്ടിയുടെ നിലപാടും പോളിറ്റ് ബ്യൂറോ അംഗം എന്ന രീതിയിൽ ഇത്തരത്തിൽ വന്ന ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയും കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി അങ്ങനെ വന്നിട്ടില്ല, ഇങ്ങനെ വന്നിട്ടില്ല എന്നുള്ളത് നിങ്ങളുടെ തോന്നലാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ കൃത്യമായി ഉയർന്നു വന്ന ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങളിലെല്ലാം വർഗീയത എപ്പോഴൊക്കെ ഫണം ഉയർത്തിയിട്ടുണ്ടോ, അതുപോലെ തന്നെ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ ഇടപെട്ടിട്ടുണ്ടോ, ജനങ്ങളിൽ വിള്ളലും വിഘടനവാദവും ഉണ്ടാക്കുന്ന സാഹചര്യം അത് ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും ശക്തമായിട്ടുള്ള പ്രതികരണം ഇപ്പോൾ ഗുരു സന്ദേശങ്ങളെ പ്രായോഗിക പ്രവർത്തനങ്ങളുമായി സമന്വയിപ്പിച്ചുകൊണ്ട് 3 പതിറ്റാണ്ട് കാലം വെള്ളാപ്പള്ളിക്ക് സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഗുരു സന്ദേശത്തിൽ പെടുന്നതാണോ ഈ വർഗീയ സമീപനം എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതിന് കൃത്യമായ മറുപടി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. അതിൽ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറയാൻ തയ്യാറല്ല. കാരണം ഇതിൽ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ BJPക്ക് കൊടുത്തുകൊണ്ടിരുന്ന SNDP വോട്ട് അതും CPMന് കിട്ടാൻ സാധ്യതയുണ്ടെന്നൊരു വിലയിരുത്തലുണ്ട്. അങ്ങനെ ഒരു വിലയിരുത്തലുള്ള പശ്ചാത്തലത്തിൽ നിങ്ങൾക്കിപ്പോൾ ശക്തമായി പ്രതികരിക്കാൻ കഴിയില്ല എന്നുകൂടി അതിനെ വിലയിരുത്തേണ്ടി വരും. ഞാൻ BJP പ്രതിനിധിയിലേക്ക് പോകുന്നു. യുവരാജ് ഗോകുൽ, നിങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥിയുണ്ട്. അതായത് അനാവശ്യമായ ഒരു തെരഞ്ഞെടുപ്പെന്ന് ആദ്യം പറഞ്ഞു, പൈസ ചെലവാണ്, അധ്വാന ചെലവാണ് എന്ന് പറഞ്ഞു. അവസാനം നിങ്ങളൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി. അത് ജോസഫ് വിഭാഗത്തിൽ ഇപ്പോൾ അത്ര പ്രവർത്തിക്കാതിരുന്ന ഒരു നേതാവിനെ നിങ്ങൾ കണ്ടെത്തുന്നു. അപ്പോൾ കണ്ടെത്തിക്കഴിഞ്ഞ് നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു വികസനമാണ് പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമെന്ന്. പക്ഷെ അവിടെ എത്തിയിരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളി പറയുന്നു തൻ്റെ അച്ഛൻ്റെ പ്രസംഗം ഇവിടെ വോട്ടാകുമെന്ന്. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ എന്താണ് പ്രചാരണത്തിൽ കൊണ്ടുവരുന്നത്? അല്ല, ഒരു തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു വിഷയം എന്നുള്ളത് മാത്രമല്ലോ, വിവിധ വിഷയങ്ങൾ തീർച്ചയായിട്ടും ഒരു തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ പ്രചരണ വിഷയങ്ങളായിട്ട് വരും. തീർച്ചയായിട്ടും വികസിത കേരളം എന്നുള്ളത്, വികസിത നിലമ്പൂർ എന്നുള്ളത് സംസ്ഥാന BJP ഒരു ക്യാമ്പയിനായിട്ട് എടുത്തിരിക്കുന്ന വിഷയം തന്നെയാണ്. തീർച്ചയായിട്ടും ആ വിഷയത്തിലൂന്നി തന്നെ മുമ്പോട്ട് പോകും. അതുപോലെ തന്നെ ഇപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വിഷയത്തിനെ അദ്ദേഹം വർഗീയത പറഞ്ഞു എന്ന് സ്മൃതി ആവർത്തിച്ച് പറയുന്നുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെയുള്ള ആർക്കും തന്നെ അതൊരു വർഗീയ വിഷയമായിട്ട് ഇതുവരെയും തോന്നിയിട്ടില്ല എന്നുള്ളത് ആശ്വാസ്യമായ ഒരു കാര്യവും തന്നെയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടിട്ട് SNDP എന്ന് പറയുന്ന സംഘടന പ്രവർത്തിക്കുമ്പോൾ അവരുടെ പഠനത്തിൽ അവർക്ക് നേരിട്ടിട്ടുള്ള വിവേചനം, ഉദാഹരണം എയ്ഡഡ് സ്കൂളുകളുടെ വിഷയത്തിലായിരുന്നാലും ശരി തന്നെയാണ്, മറ്റു പല വിഷയത്തിലായിരുന്നാലും ശരി തന്നെയാണ്,
തന്നെയാണ്. അവർക്ക് നേരിട്ടിരിക്കുന്ന അവഗണനയെ കുറിച്ചിട്ടാണ് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. അതിനിപ്പോ മലപ്പുറം ജില്ലയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അതിനകത്ത് വർഗീയത തോന്നുന്നതാണ്. മറ്റൊരു ജില്ലയെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് വർഗീയത തോന്നില്ല. ഉദാഹരണം തിരുവനന്തപുരം ജില്ലയെ കുറിച്ചിട്ടാണ് പറയുന്നത്, തിരുവനന്തപുരം നഗരത്തെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ അതിനകത്ത് വർഗീയത തോന്നില്ല. പകരം നിങ്ങൾ അതിന്റെ പിറകെ പോയി നിങ്ങൾ പറഞ്ഞേനെ തിരുവനന്തപുരം നഗരത്തിലെ നായന്മാരാണ് ഭൂരിപക്ഷം, അതുകൊണ്ട് തന്നെ നായന്മാര് എന്താണ് മനുസ്മൃതി നടപ്പിലാക്കാൻ നോക്കുകയാണ്, ഫാസിസം നടക്കാൻ നോക്കുകയാണ്, സവർണ ഫാസിസമാണ്, അതുകൊണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയാണ് എന്നുള്ള നിലപാടിലേക്ക് നിങ്ങൾ പോയനെ. മലപ്പുറം ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അതൊരു വർഗീയതയായിട്ട് തോന്നുന്നു, അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നു. അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിൽ മെറിറ്റ് ഉണ്ടോ ഇല്ലയോ താങ്കൾ പറയുന്നത് നിങ്ങളും CPM പറയുന്നത് ഒരേ കാര്യം എന്നാണോ താങ്കളുടെ വാദം? അല്ല, കിഴക്ക് സൂര്യൻ ഉദിക്കുന്നു എന്ന് CPM പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി നാളെ അത് മാറ്റി പറയേണ്ട സാഹചര്യമുണ്ട്. സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത്. അതിപ്പോ CPM പറഞ്ഞാലും കോൺഗ്രസ് പറഞ്ഞാലും ഞങ്ങൾ പറഞ്ഞാലും അത് ശരി തന്നെയാണ്. വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സമുദായ സംഘടനയെ നയിക്കുന്ന ഒരാളാണ്, ആ സമുദായത്തിന് വിവേചനം നേരിടുന്നു എന്നുള്ളതാണ്. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല, ഒരുപാട് സമുദായ സംഘടനകൾ തങ്ങൾക്ക് ഇന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല, ഇന്ന പ്രദേശത്തെത്തുമ്പോൾ ഞങ്ങൾ തഴയപ്പെടുന്നു, മറ്റു ചിലർക്കാണ് പ്രാമുഖ്യം കൊടുക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇതിപ്പോ ഹിന്ദുവിലെ തന്നെ മറ്റൊരു ജാതിക്കാണ് പ്രാമുഖ്യം കൊടുക്കുന്നത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് അതൊരു വർഗീയ പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, പലരെയും സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കൾ ജാതി തിരിഞ്ഞ് തമ്മിലടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലത് എന്ന് കരുതുന്ന തരത്തിലുള്ള സാമൂഹ്യ നിരീക്ഷകരും മാധ്യമ പ്രവർത്തകരുമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അത് വെള്ളാപ്പള്ളി പറഞ്ഞു വന്നത് മലപ്പുറത്തെ കുറിച്ചായി പോയി എന്നുള്ളത് കൊണ്ടും അവിടെ ഒരു പ്രത്യേക വിഭാഗം മതസമൂഹമാണ് ഭൂരിപക്ഷം എന്നുള്ളത് കൊണ്ടും മാത്രമാണ് പലരെയും വേദനിപ്പിക്കുന്നത്. അപ്പൊ ആ വേദനയുടെ പുറത്ത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങൾ തന്നെയാണ്. ആ വിഷയങ്ങളും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അപ്പോൾ നിങ്ങൾ വർഗീയതയും ഈ പറയുന്ന വർഗീയതയും വികസനവും സമാസമം ചാലിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണ രീതിയിലേക്ക് നിങ്ങൾ കടക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ അടുത്ത അതിഥികളിലേക്ക് വരാം. നമുക്ക് 5 അതിഥികളുണ്ട്, അതുകൊണ്ട് എല്ലാവരും സാജിദ് ബാബു, തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധി. സാജിദ് ബാബു, ഇന്നിപ്പോൾ 2 പത്രികകൾ അൻവർ സമർപ്പിച്ചത് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയല്ലേ? ഇതിനകത്ത് ശ്രീ PV അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തന്നെ ഉദ്ദേശിച്ചതല്ല. ഞങ്ങൾ കഴിഞ്ഞ 31-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന സ്ഥിതിവിശേഷത്തിലേക്ക് ഞങ്ങളുടെ പാർട്ടി മാറുന്നത്. ഈ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വിത്തിൻ 3 days 3 ദിവസം കൊണ്ട് ഒരു സംസ്ഥാന പാർട്ടിയായിട്ടുള്ള തൃണമൂൽ ബംഗാൾ ഘടകത്തിൻ്റെ കത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഏൽപ്പിക്കേണ്ടതുണ്ട്. പക്ഷെ അത് ഏൽപ്പിക്കുന്നതിലുള്ള വൈകലാണ് ഈ തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള രീതിയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധിക്കാതെ വന്നു. ആ ഒരു സാങ്കേതികത്വം വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ 2 സെറ്റ് പത്രിക, ഒന്ന് സ്വതന്ത്രനായിട്ടും മറ്റൊന്ന് തൃണമൂൽ കാൻഡിഡേറ്റായിട്ടും സമർപ്പിക്കാൻ തീരുമാനിച്ചത്. ശരി, ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ 2 കൂട്ടരെയും 2 മുന്നണിയിലുള്ള നേതാക്കൾക്കെതിരെയും നേതാക്കളെ എടുത്തു പറഞ്ഞുകൊണ്ട് വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് PV അൻവർ. PV അൻവർ അപ്പോൾ ആരുടെ വോട്ടാണോ പ്രതീക്ഷിക്കുന്നത് ഈ ഘട്ടത്തിൽ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഇടത് സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ട് അത് PV അൻവർ എന്ന വ്യക്തിക്ക് കിട്ടിയ വോട്ടായിട്ട് തന്നെയാണോ അദ്ദേഹം ഇപ്പോഴും കാണുന്നത്? തൃണമൂൽ കോൺഗ്രസും PV അൻവറും ജനങ്ങളുടെ കുത്തക ഒരു രാഷ്ട്രീയ പാർട്ടിക്കും തീരെഴുതി നൽകിയിട്ടില്ല. ജനങ്ങളുടെ പിന്തുണയാണ് PV അൻവറും തൃണമൂൽ കോൺഗ്രസും പ്രതീക്ഷിക്കുന്നത്. ആ അർത്ഥത്തിൽ ജനങ്ങളുടെ ആകെ വോട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്നതിനുള്ള അദ്ദേഹം ഇങ്ങനെ അവകാശപ്പെടുകയാണ്, ജനത്തിന് വേണ്ടി ഞാൻ ഇറങ്ങുന്നു എന്ന് ഇങ്ങനെ അവകാശപ്പെടുകയാണ്. ആദ്യം പറഞ്ഞു VV പ്രകാശുമായി ബന്ധപ്പെട്ട് VV പ്രകാശിനെ ഒന്ന് പൂർത്തിയാക്കട്ടെ VV പ്രകാശിനെ ആര്യടൻ ഷൗക്കത്ത് കാലുവാരി എന്ന രൂപത്തിൽ പറഞ്ഞു. അത് ഇടതുപക്ഷവും അത് ഏറ്റുപിടിച്ച ഒരു കാര്യമാണ്. VV പ്രകാശിന്റെ ഭാര്യ പിന്നീട് പ്രതികരിച്ച് കണ്ടല്ലോ. 2021 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ VV പ്രകാശുമായി ബന്ധപ്പെട്ട് എന്ത് ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്? BJPയുമായി കൈകോർത്ത് BJPയുമായി ബന്ധത്തിൽ ആണ് ആ തെരഞ്ഞെടുപ്പിനെ അദ്ദേഹം നേരിടുന്നതെന്ന് പറഞ്ഞില്ലേ? മത്സരിപ്പിച്ചില്ല എങ്കിൽ BJPയിലേക്ക് പോകും എന്നുള്ള നിലപാടെടുത്തിരുന്നു VV പ്രകാശ് എന്ന് പറഞ്ഞില്ലേ? അദ്ദേഹത്തിന്റെ പഴയ പോസ്റ്റുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ പോയി കാണുന്നു, സ്മിത പ്രകാശിനെ പോയി കാണുമ്പോൾ അതുമേലൊരു വ്യക്തത ഇപ്പോൾ വന്നല്ലോ. ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും. നിങ്ങളിങ്ങനെ അവകാശപ്പെടുന്നതൊക്കെ ഓരോന്നോരോന്നായി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ?
ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആൾ എല്ലാ ആളുകളെയും, എല്ലാ ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളെയും പോയി തെരഞ്ഞെടുപ്പിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കും. അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് VV പ്രകാശിൻ്റെ ഭാര്യയും ആ നിയോജക മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്നുള്ള രീതിയിൽ കാണാൻ ശ്രമിക്കുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ VV പ്രകാശിനെതിരായി ആരാണ് പ്രവർത്തിച്ചതെന്നുള്ളത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കറിയാം. ഞങ്ങളത് പ്രത്യേകം പറയേണ്ടതില്ല. നിങ്ങൾ ആ രാഷ്ട്രീയ എതിരാളിയെ എങ്ങനെയാണ് നേരിട്ടത്? രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്ത് ആരോപണം ഉന്നയിച്ചിട്ടാണ് നിങ്ങൾ നേരിട്ടത്? എന്നിട്ടാണ് പറയുന്നത് ആര്യടൻ ഷൗക്കത്താണ് കാലുവാരിയെന്ന്. ആ ഒരു വിഷയം അവിടെ ഉണ്ടെങ്കിൽ തന്നെ എന്താണ് VV പ്രകാശിന്റെ ഭാര്യയിൽ നിന്ന് കിട്ടിയ മറുപടി? നിങ്ങൾ സാധാരണ ആളുകളിൽ നിന്ന് വോട്ട് പിടിക്കാൻ പോകുന്നത് പോലെയല്ല, സാധാരണ ആളുകളിൽ നിന്ന് വോട്ട് പിടിക്കാൻ പോകുന്ന പോലെയല്ല VV പ്രകാശിന്റെ ഭാര്യയെ പോയി കണ്ടത്, അല്ലേ? അതിനൊരു പിന്തുണ പ്രതീക്ഷിച്ചിട്ടാണ്. അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യ പറയുകയാണ് VV പ്രകാശിനെ പാർട്ടി പതാക പുതപ്പിച്ചാണ് യാത്രയാക്കിയത്, അവസാന ശ്വാസം വരെ കോൺഗ്രസ് ആയിരിക്കുമെന്ന്. PV അൻവർ തെരഞ്ഞെടുപ്പിൽ PV അൻവർ MLA സ്ഥാനം രാജിവെച്ചതിന് ശേഷവും VV പ്രകാശിന്റെ ഭാര്യയെ പോയി സന്ദർശിച്ചിട്ടുണ്ട്. അതെല്ലാം സൗഹൃദ സന്ദർശനങ്ങളാണ്. അത്തരത്തിലൊരു സൗഹൃദമുള്ള ആളുകൾ നിങ്ങൾ സന്ദർശനം മാത്രമല്ലല്ലോ, അതിനുശേഷം നടത്തിയ പ്രതികരണങ്ങൾ കൂടി ഉണ്ടല്ലോ. ആ പ്രതികരണങ്ങൾ എന്തായിരുന്നു? ആ പിന്തുണ നിങ്ങൾക്ക് കിട്ടുന്നില്ലെന്നേ. എന്ത് പ്രതികരണം? നിങ്ങൾ എന്താണ് വിചാരിച്ചത്? VV പ്രകാശനുമായി ബന്ധമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വാധീനമുണ്ടായിരുന്ന പഞ്ചായത്തുകളിൽ നിന്നും ആര്യടൻ ഷൗക്കത്തിനെതിരായ ഒരു വികാരമുണ്ടാകുന്ന മുഴുവൻ ആളുകളെയും പരമാവധി നേരിൽ കണ്ട് വോട്ട് ചോദിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അറിയപ്പെടുന്നതും അറിയപ്പെടാത്തവരുമായ മുഴുവൻ ആളുകളെയും പരമാവധി കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ്. ആയതിന്റെ ഭാഗമായി കൊണ്ടാണ് കണ്ടിട്ടുള്ളത്. അത് തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയുടെ ചുമതലയല്ലേ? തനിക്ക് വോട്ട് ചെയ്യും എന്ന് കരുതുന്ന ആളുകൾ മാത്രമാണ് ഒരു സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കാൻ പോകുക. അല്ല, അങ്ങനെയല്ലല്ലോ. സാധാരണ വോട്ട് ചോദിക്കാൻ പോകുന്നത് പോലെ വോട്ട് ചോദിച്ച് നടക്കുന്ന ഒരാളാണോ PV അൻവർ? രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഒക്കെ കൃത്യമായി മാധ്യമങ്ങളെ കാണുകയും നേതാക്കൾക്കെതിരെ ഇങ്ങനെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. ഓരോ ദിവസം ഓരോ നേതാക്കളല്ലേ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്? എന്തൊക്കെയോ തെളിവുകളുണ്ട്, പുറത്തുവിടും എന്നുള്ള ഭീഷണി, അതല്ലേ നടക്കുന്നത്? അധിക്ഷേപ പ്രസംഗം ആർക്കെതിരായിട്ടും നടത്തിയിട്ടില്ല. ആർക്കെതിരായിട്ടും അധിക്ഷേപങ്ങൾ നടത്തിയിട്ടില്ല. ചില തെളിവുകളുണ്ട് എന്നും നിലമ്പൂർ അങ്ങാടിയിൽ എന്തോ TV പ്രദർശിപ്പിക്കാൻ പോകുമെന്ന് പറഞ്ഞത് PV അൻവർ അല്ലേ? അഡ്വക്കേറ്റ് സാജിദ് ബാബു, PV അൻവർ ഇതിനു മുമ്പും TV പ്രദർശനം നടത്തിയിട്ടുണ്ടല്ലോ. മുഖ്യമന്ത്രിക്കെതിരായി വാർത്താ സമ്മേളനം നടത്തുന്ന സമയത്ത് തെളിവുകൾ സഹിതം TV കാണിച്ച് പത്രസമ്മേളനം നടത്തിയിട്ടില്ലേ? ആ അർത്ഥത്തിൽ ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ടെങ്കിൽ അത് ജനങ്ങളെയും നിങ്ങളെയും കാണിക്കുന്നതിന് ഞങ്ങൾക്ക് എന്താ മടി? അല്ല, ഇപ്പൊ എന്തൊക്കെ തെളിവുകൾ പുറത്തു വന്നു? മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞതിൽ എന്തൊക്കെ തെളിവുകൾ പുറത്തു വന്നു? എന്താ പുറത്തു വരാത്തത്? തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അന്വേഷണം എവിടെയെങ്കിലും എത്തിയോ? എവിടെ എത്തി സ്മൃതി അന്വേഷണം? ശരി, തൃശ്ശൂർ പൂരം PV അൻവർ മാത്രം പറഞ്ഞൊന്നുമല്ല. ആക്ഷേപങ്ങളുണ്ടല്ലോ. ശരി, PV അൻവർ ഉന്നയിച്ച ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ചില പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു, അതിനുശേഷം തിരിച്ചെടുത്തു, ചിലരെ സ്ഥാനത്തിൽ നിന്ന് മാറ്റിയതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആരോപണത്തിൽ എന്തെങ്കിലും തെളിവ് കണ്ടെത്താനായിട്ടുണ്ടോ നിങ്ങൾക്ക്? പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് PV അൻവറാണ്. നോക്കൂ, PV അൻവർ ഉന്നയിച്ച എന്തൊക്കെ കാര്യങ്ങൾ തെളിയിക്കാനായി സർക്കാരിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ പരാതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണവും ഈ ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത് പ്രഹസനമാണ്. ശരി, അഡ്വക്കേറ്റ് സാജിദ് ബാബു, ഇന്നിപ്പോൾ നിങ്ങൾക്ക് മറുപടിയായി ഇന്നിപ്പോൾ MV ഗോവിന്ദൻ പറയുന്ന ഒരു കാര്യം, യുഡിഎഫിന്റെ ഗതികേടാണ് PV അൻവറിന്റെ പിന്നാലെ പോകുന്നതെന്ന് പറയുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ചോദ്യം പൂർത്തിയാക്കട്ടെ. 150 കോടിയുടെ അഴിമതി ആരോപണം പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ചു. അത് ഒടുവിൽ മാപ്പ് പറഞ്ഞു, അല്ലെ? PV അൻവർ മാപ്പ് പറഞ്ഞല്ലോ. അപ്പൊ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് സഭയിൽ ആരോപണം ഉന്നയിച്ചത്? ഇങ്ങനെ വിളിച്ചു കൂവുന്ന ഒരു നേതാവാണ്. ആ നേതാവ് ഇപ്പോൾ പറയുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ കൈക്കൂലി വാങ്ങിയതിന്റെ തെളിവുണ്ടെന്ന്, അല്ലേ? ആര്യടൻ ഷൗക്കത്തിനെതിരെ പണപ്പിരിവ് നടത്തിയതിന്റെ തെളിവുണ്ടെന്ന്. ഈ തെളിവെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുകയായിരുന്നോ? നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ പുറത്തുവിടാൻ വേണ്ടി തെളിവുകൾ ഇങ്ങനെ ശേഖരിച്ചു വെക്കുകയാണോ? ഇതാണോ ഈ രാഷ്ട്രീയ നേതാവിന്റെ ധാർമ്മികത? ആളുകൾക്കെതിരെ ഇങ്ങനെ തെളിവ് ഇങ്ങനെ ശേഖരിച്ചു വെക്കുക, തനിക്ക് ഗുണം ചെയ്യുന്ന സമയത്ത് ഇത് പുറത്തുവിടുക, ഇതാണോ വേണ്ടത്? ആ അർത്ഥത്തിലല്ല. ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിവരങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ വിവരങ്ങൾ ആവശ്യമായ സമയത്ത് ഞങ്ങൾക്കെതിരായിട്ടുള്ള ഇപ്പൊ നിങ്ങളൊക്കെ അടക്കം തന്നെ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ചർച്ച ഉണ്ടല്ലോ. ആ ചർച്ചയിൽ അൻവർ പൊതുശല്യമോ? ആർക്കാ അൻവർ പൊതുശല്യമായിട്ടുള്ളത്?
അത്തരം ചർച്ചകളും ക്യാപ്ഷനുകളും കൊണ്ടുവന്ന് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം ഏത് രൂപത്തിലേക്കാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് PV അൻവറിനെ കൊണ്ടുപോകുന്നതെന്ന്. അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. PV അൻവറിനെ കൊണ്ടുപോകുന്ന PV അൻവർ തന്നെയാണ് അഡ്വക്കേറ്റ് സാജിദ് ബാബു, വേറെ ആരുമല്ല. നോ പൊതുശല്യമോ എന്ന് ചോദിച്ചിട്ട് ഒരു ചാനൽ ചർച്ച നടത്തുക. നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? ആർക്കാണ് ഈ അൻവർ ശല്യമായത്? നിങ്ങൾക്ക് ശല്യമായോ? നിങ്ങൾ എന്ത് ശല്യപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത്? റിപ്പോർട്ടർ ചാനലിനെ വല്ല ശല്യപ്പെടുത്തലും നിങ്ങളെ ചെറുതിയുണ്ടോ? നിങ്ങൾ ആർക്കു വേണ്ടിയാണ് നിങ്ങളുടെ നാക്കുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലല്ല, ഇവിടെ ഇടതുപക്ഷത്തെയോ വലതുപക്ഷത്തെയോ ഒരു പൊതുശല്യക്കാരനാക്കിയിട്ട് PV അൻവർ രണ്ട് മുന്നണികൾക്കും ശല്യമാണോ അല്ലയോ? PV അൻവർ പറഞ്ഞതിൽ നിന്ന് പിന്നാക്കം പോയോ ഇല്ലേ? നിങ്ങൾ അൻവർ പൊതുശല്യം തന്നെ കൃത്യമായ ഒരു ഫോക്കസ് ഉണ്ടോ ഇല്ലയോ? ഞങ്ങൾക്ക് വ്യക്തിപരമായ അഭിപ്രായം പറയാനുള്ള വേദിയാണ്. അതിനുള്ള ചർച്ചയല്ല ഈ 7 മണി ചർച്ച. തീരുമാനിക്കുന്നത് ഇല്ല, ജനാധിപത്യ സംവിധാനമാണല്ലോ, അഭിപ്രായമാണല്ലോ പറയുന്നത്. ഞങ്ങളെ പുകഴ്ത്തിയുള്ള അഭിപ്രായങ്ങൾ അതിലുണ്ടായിട്ടുണ്ടല്ലോ, അത് താങ്കൾ കണ്ടില്ലേ? അഡ്വക്കേറ്റ് സാജിദ് ബാബു, PV അൻവറിനെ പുകഴ്ത്താൻ വേണ്ടി വട്ടമിട്ടിരിക്കുകയല്ല ഇവിടെ ആരും. ഒരാളെ പൊതുശല്യം എന്നൊക്കെ ക്യാപ്ഷൻ ചെയ്ത് പറയുന്നത് കുറച്ചുണ്ട്. ക്യാപ്ഷൻ ഇവിടുന്ന് കൊടുത്ത കാര്യങ്ങൾ പറയിക്കുകയല്ല, അത് ക്യാപ്ഷനായി പിന്നീട് രൂപാന്തരം പ്രാപിക്കുന്നതാണ്. അതായത് പൊതുശല്യം എന്ന വാക്കല്ല, രണ്ട് മുന്നണികൾക്കും ശല്യമായി തുടരുന്നു. അദ്ദേഹത്തിന് ഫോക്കസ് ഇല്ല എന്ന് പറയുന്നത് വിമർശനം തന്നെയാണ്. നമ്മുടെ വിഷയം അതല്ല. ശ്രീ എ സജീവൻ നിലമ്പൂരിൽ പ്രചാരണ രീതികളിലൊക്കെ ഒരു വ്യത്യാസം കാണുന്നില്ലേ? കാര്യങ്ങൾ വർഗീയമായി വിഭജിക്കുന്ന രീതിയിലേക്ക് നേതാക്കൾ തന്നെ പ്രതികരണം നടത്തുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോവുകയല്ലേ? ഏത് നേതാവിനെ എടുത്താലും ഏത് മുന്നണിയെ എടുത്താലും ചില വിഷയങ്ങളിൽ ഊന്നുന്നു, ചില വിഷയങ്ങളിൽ മാത്രം പിടിച്ചു നിൽക്കുന്നു. അപ്പോൾ ആത്യന്തികമായി അതിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ SDPയുമായി ബന്ധപ്പെട്ട് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച ഘട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം ഓർമ്മയുണ്ടല്ലോ, SDPയുടെ വോട്ട് കൊണ്ട് ജയിച്ചു എന്ന്. 15,000-ൽ പരം വോട്ടിൽ ജയിച്ചിട്ടും SDPയുടെ വോട്ട് കൊണ്ട് ജയിച്ചു എന്ന് പറയുമ്പോൾ അത് അത്രയ്ക്കും തൊട്ടുകൂടാൻ പറ്റാത്ത ഒരു രൂപത്തിലുള്ള സംവിധാനം എന്ന രൂപത്തിൽ അതിനെ വിമർശിച്ചു. അതിനുശേഷം ഇവിടെ CPMന്റെ ഒരു നേതാവ് തന്നെ പറയാണ് SDP അടക്കമുള്ള എല്ലാ മനുഷ്യരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന്. അതിൽ സ്വരാജ് നൽകിയ മറുപടി പൂർണ്ണമാണ് എന്ന ശ്രീ എ സജീവൻ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം സ്മൃതി ചോദിച്ചൊരു ചോദ്യമുണ്ട്, വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണത്തിന് എന്താണ് LDFൻ്റെ അഭിപ്രായം എന്നുള്ള കാര്യം. വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തെ സാമുദായിക സംഘടനയുടെ നേതാവെന്നൊക്കെ പറഞ്ഞു. ശ്രീനാരായണ ഗുരുവാണ് SNDP യോഗം രൂപീകരിച്ചത്. അദ്ദേഹമായിരുന്നു അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. അതൊരിക്കലും സാമുദായികമായിട്ടുള്ള ജാതിക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യമേ ആയിരുന്നില്ല. ശ്രീനാരായണ ധർമ്മം എന്താണെന്നുള്ളത് വെള്ളാപ്പള്ളി നടേശന് അറിയില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇതിനെ ഒരു സാമുദായിക വർഗീയമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ്. അത് തന്നെയാണ് ഇവിടെ അദ്ദേഹം വന്നിട്ട് മഞ്ചേരിയിൽ വന്നിട്ട് സംസാരിച്ച കാര്യം. അത് അങ്ങേയറ്റത്തെ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഓരോ പാർട്ടികൾക്കും ഓരോ മുന്നണികൾക്കും അവർക്ക് വോട്ട് കിട്ടുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിന് ചില സെലക്റ്റീവായിട്ടുള്ള അംനീഷ്യ ഇതിൽ പലപ്പോഴും ബാധിക്കാറുണ്ട്. അതവർ ഒഴിക്കും അങ്ങ് മറന്നു കളയുന്ന രീതിയിലോ അല്ലെങ്കിൽ കേട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പോകുന്നുണ്ട്. ഇതിൽ ഓരോ വ്യക്തതയോട് കൂടിയിട്ട് ഓരോന്നിനെയും സമീപിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. താങ്കൾ പറഞ്ഞ പോലെ പാലക്കാട് SDPയുടെ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഇവിടെ വർഗീയവാദികളുടെ വോട്ട് എന്നുള്ള കൃത്യമായിട്ട് സംഘടന വെച്ചുകൊണ്ട് പറയാമല്ലോ. അങ്ങനെ പറയുമ്പോൾ എല്ലാ സംഘടനകളെയും പറയും വർഗീയമായിട്ട് അവിടെ വച്ച് ഇതേ മണ്ണിൽ ഈ നിലമ്പൂരിൻ്റെ മണ്ണിൽ വന്നിട്ട് സംസാരിച്ച ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ അത് പ്രതികരിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ സാമുദായിക വോട്ടുകൾ പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് അറിയാവുന്നതുകൊണ്ട് ഓരോ സമുദായത്തിൻ്റെയും അതിൻ്റെ അവാന്തര വിഭാഗങ്ങളുടെയൊക്കെ വോട്ട് നേടുക. അത് ഒരു മുന്നണിയുടെ കാര്യം മാത്രമല്ല, ഇപ്പോൾ UDFൻ്റെ കാര്യത്തിലാണെങ്കിലും അതിനേക്കാൾ കൂടുതൽ ഈ പറയുന്ന ഇപ്പോൾ സംസാരിച്ചില്ലേ അൻവറിൻ്റെ കാര്യം. അൻവർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തികച്ചും വർഗീയമായിട്ട് വോട്ട് വിഭജിക്കാനുള്ള ശ്രമമാണല്ലോ. കഴിഞ്ഞ ദിവസം അദ്ദേഹം 5 ആരോപണങ്ങൾ ഉന്നയിച്ചതിൽ 5ഉം UDF സ്ഥാനാർത്ഥിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ UDFൻ്റെ വോട്ടുകൾ ഇളക്കുക എന്നുള്ളത് തന്നെയാണ്. അൻവറിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള നയം ഇപ്പോഴുള്ളത് 2026 അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ വോട്ട് കുറയ്ക്കണം. തീർച്ചയായും വർഗീയതയാണുള്ളത്, അതിൽ വർഗീയതയുണ്ട്. ഞാൻ പറഞ്ഞുതരാം.
ഈ ഷൗക്കത്ത് ആര്യാടൻ ഷൗക്കത്ത് അല്ല, അദ്ദേഹം പൂർത്തിയാക്കട്ടെ. അദ്ദേഹം പൂർത്തിയാക്കട്ടെ. സജീവൻ പൂർത്തിയാക്കട്ടെ. സമുദായത്തെ ഞാൻ പറയാം, മുസ്ലിം സമുദായത്തെ ഞാൻ പറഞ്ഞല്ലോ, വർഗീയത എന്ന് പറയാം. ആര്യാടൻ ഷൗക്കത്ത് മുസ്ലിം സമുദായത്തെ ഒന്നായിട്ട് അവഹേളിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ 2 സിനിമകൾ, പാഠം 1 ഒരു വിലാപവും ദൈവത്തിൻ്റെ നാമത്തിൽ നിന്നുള്ളതും, ഈ 2 സിനിമകളും അത് മുസ്ലിം സമുദായത്തെ അവഹേളിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് പറയുമ്പോൾ അത് വർഗീയതയല്ലേ? സ്വാഭാവികമായിട്ടുണ്ടാക്കുന്ന വർഗീയ നടത്തിയ പ്രസംഗം ഹിന്ദു വിരുദ്ധമാണ് എന്നും പറഞ്ഞു. രണ്ടും പറഞ്ഞു. ഞാൻ പറയട്ടെ, രണ്ടും പറഞ്ഞു. അതെ, ഇസ്ലാമോഫോബിയ 2003 എടുത്ത സിനിമ എടുത്ത് ഇപ്പോൾ പ്രയോഗിക്കുന്നതിന്റെ ബുദ്ധിയൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. മറ്റേ ഹിന്ദു ഫോബിയാണോ? സ്വരാജ് ആ കാലഘട്ടത്തിൽ ഈ മലപ്പുറം ജില്ലയിലെ മുസ്ലിം സമുദായത്തിലടക്കം ഒട്ടേറെ പെൺകുട്ടികൾ, ഒരുപാട് ശബരിമലയുടെ കാര്യത്തിൽ ആളുകൾ എങ്ങനെയെങ്കിലും തങ്ങളുടെ മക്കളെ കരുതിയിട്ടുള്ള ഞാനിത് പറയട്ടെ, ഞാൻ പറയുന്നതിന് അതിന് മുമ്പ് കാര്യം പറയാതെ, ഇത് സ്വരാജിനെതിരെ പറഞ്ഞ പോലും അത് അന്ന് സ്വരാജ് മാത്രമല്ല CPM മൊത്തമായിട്ട് എടുത്ത, സർക്കാർ എടുത്ത നിലപാട് വളരെ കൃത്യമായിരുന്നല്ലോ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട. അത് ഇപ്പോൾ പറയുമ്പോൾ സ്ഥാനാർത്ഥിയിലേക്ക് കൊണ്ടുവരുന്നു, അതൊരു വർഗീയ വികാരം ഇളക്കി വിടാനുള്ള പരിപാടിയാണ്. അത് തന്നെയാണ് എല്ലാ വിഭാഗക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ വോട്ട് കിട്ടണം. BJP ഇപ്പോൾ എന്തിനാണ് ഒരു മാർത്തോമ സഭയിലെ ആളെ തേടിപ്പിടിച്ചത്? UDFൻ്റെ സ്ഥാനാർത്ഥിയെ, UDFൻ്റെ നേതാവിനെ പിടിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവിടെ ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടണം. ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ ഉണ്ടാക്കി തീർക്കുന്നു എന്ന് പറയുന്നത് മറ്റൊരു മണ്ഡലത്തിലും ഇത്ര വ്യക്തമായി കാണാത്ത രീതിയിൽ ഈ നിലമ്പൂരിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങേയറ്റത്തെ വർഗീയ കാർഡ് ഉപയോഗിക്കപ്പെടുന്നുണ്ടുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനെ തള്ളിപ്പറയേണ്ട ആളുകൾ, ഞാൻ അതുകൊണ്ടാണ് CPMൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. ഇവിടെ അരുൺകുമാർ പറയേണ്ടിയിരുന്നു, ഈ വെള്ളാപ്പള്ളി ഗണേശൻ പറഞ്ഞ ഇക്കാര്യത്തിനോട് യോജിപ്പുണ്ടോ ഇല്ലയോ എന്ന് വെച്ചാൽ എനിക്ക് കൃത്യം, ഞാൻ അന്ന് മുതൽ തന്നെ ചർച്ചകൾ പറയുന്നതാണ്. വെള്ളാപ്പള്ളി ഗണേശൻ നടത്തിയിട്ടുള്ള അങ്ങേയറ്റത്തെ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ അൻവർ നടത്തിയതിനെ കുറിച്ചും പറഞ്ഞുള്ളത്. ഇപ്പോൾ ഈ തരത്തിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രചരണം എല്ലാ മുന്നണികളും ഒരേപോലെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് മറ്റൊരു തെരഞ്ഞെടുപ്പിലും കാണാത്തതാണ്. ഒരു ഒരു പൊതു തെരഞ്ഞെടുപ്പിലാണെങ്കിൽ കുറേ കൂടി പറയാം. ഇത് ഒരു വർഷത്തെ കഷ്ടിയുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പിലാണ് അങ്ങേയറ്റത്തെ വർഗീയ കാർഡുകൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അതിഭീകരമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ചില കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ എത്രത്തോളം സാധ്യത സ്വരാജിനെ സംബന്ധിച്ചുണ്ട്? സ്വരാജ് ഇപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി എത്തുന്നു എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. പാർട്ടി വോട്ടുകൾ പൂർണ്ണമായും കിട്ടുമെന്നുള്ളതും നിങ്ങളുടെ ആത്മവിശ്വാസമാണ്. അതിലപ്പുറമുള്ള കാര്യങ്ങൾ കൂടി, ചില ഘടകങ്ങൾ കൂടിയുണ്ടല്ലോ. നേരത്തെ 2 തവണയും അൻവറിനെ തുണച്ച കാര്യം AI ഗ്രൂപ്പുകൾക്കിടയിലെ തർക്കമായിരുന്നു. അത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ അൻവറിന് സാധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ക്യാമ്പ് ഒറ്റക്കെട്ടായിരിക്കുന്നു, ലീഗും ഒറ്റക്കെട്ടായി നിൽക്കുന്ന സാഹചര്യമാണ്. മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ 69,000 വോട്ട് പ്രിയങ്കയ്ക്ക് നൽകിയ മണ്ഡലമാണ്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം 2ാമത് നൽകിയ മണ്ഡലം കൂടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കണക്കുകളിലെ ഒരു യാഥാർത്ഥ്യമായി അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിലപ്പുറമുള്ള ആത്മവിശ്വാസം എന്താണ് സ്വരാജിന്? ഇവിടെ ഒറ്റക്കെട്ടായി എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഒറ്റക്കെട്ടാവില്ല സ്മൃതി. ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവും മുൻ KPCC പ്രസിഡന്റ്, മുൻ എന്ന് പറഞ്ഞാൽ അധികം മുന്നൊന്നുമല്ല, ഒരു 2-3 ആഴ്ച മുമ്പേ വരെ KPCC പ്രസിഡന്റ് ആയിരുന്നു. സഖാവ് പിണറായി വിജയന്റെ പതനം കണ്ടിട്ട് ഞാൻ പോകൂ എന്ന് പ്രഖ്യാപിച്ച നേതാവുമായിരുന്നു. അദ്ദേഹം പോലും ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തില്ല. ഏതെങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുബന്ധ പരിപാടികളിലും പങ്കെടുത്തതായി താങ്കൾക്ക് ഏതെങ്കിലും അറിവുണ്ടെങ്കിൽ അത് പറ. എനിക്ക് ആ അറിവില്ല. അതുപോലെ തന്നെ K മുരളീധരൻ സ്വന്തം കുടുംബത്തിലെ പെങ്ങളുകുട്ടി വരെ BJPയുടെ നേതാവായിട്ട് മാറി. അതൊന്നും തടയാൻ കഴിഞ്ഞില്ലെങ്കിലും ഇവിടെ കുറച്ച് പ്രസ്താവനയൊക്കെ നടത്തി IMAയോട് ആവശ്യപ്പെട്ടതാണല്ലോ CPMന്റെ സ്ഥാനാർത്ഥിമാരായി ഡോക്ടർമാർ വരുന്നു, അതിനെ തടയണമെന്ന്. അദ്ദേഹവും പങ്കെടുത്തില്ല. എല്ലാം പോട്ടെ, തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മലപ്പുറത്തും അതുപോലെ തന്നെ നിലമ്പൂരും അല്ലേ, മലപ്പുറം ജില്ലയിലെ നിലമ്പൂര്. എന്തിയെ തങ്ങൾ കുടുംബത്തിലെ ആരെയും കണ്ടില്ലല്ലോ. ഇന്ന് ആ കുറവ് നികത്താൻ വേണ്ടി രാവിലെ സ്ഥാനാർത്ഥി പര്യടനത്തിൽ കൊണ്ടുപോയി ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞോട്ടെ, എന്നോട് ചോദിച്ച ചോദ്യമല്ലേ. ഞാൻ ഇന്നലെ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നിമിഷത്തെ കണ്ടില്ലെന്നും ആ കുറവ് നികത്താൻ വേണ്ടി ഇന്ന് രാവിലെ കാണിച്ചു എന്ന് ഞാൻ പറഞ്ഞു വന്നപ്പോഴേക്കും താങ്കൾ ഇടപെടുക. ഒരു ക്ഷമ കാണിക്കുക. എന്താണ്? ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ഇവിടെ
മറുഭാഗത്തോ എല്ലാ വാതിലും കൊട്ടിയടച്ചു എന്ന് പറഞ്ഞിട്ടും രാത്രി തലയിൽ തുണിയിട്ട് പോയി ആ സ്ഥാനാർത്ഥി പറഞ്ഞു കോംപ്ലിമെന്റ് ആക്കാൻ പോയി. ആ കോംപ്ലിമെന്റ് ആക്കാൻ ഒറ്റയ്ക്ക് അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ പോയ യുവനേതാവും ആ യുവനേതാവിന്റെ ചെവിക്ക് പിടിക്കാൻ മാധ്യമങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ ചോദിച്ചപ്പോൾ ചെവിക്ക് പിടിക്കുന്ന സാഹചര്യവും അത്തരത്തിലുള്ള അവിടെ നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിഷേധമെല്ലാം അവിടെ. അതോടൊപ്പം തന്നെ UDF-ലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ നേതാവ് പോയി BJP-യുടെ സ്ഥാനാർത്ഥിയായത് ഘടകകക്ഷികൾക്കിടയിലുള്ള പ്രശ്നം. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. CPM-നെ സംബന്ധിച്ചും LDF-നെ സംബന്ധിച്ചതും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ആ പ്രഖ്യാപിച്ച നിമിഷം മുതൽ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടമായി ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇവിടെ 9 വർഷം MLA ആയിരുന്ന ശ്രീ PV അൻവർ അദ്ദേഹം CPM-നെ വെല്ലുവിളിച്ച് പോകുമ്പോൾ 2 ഏരിയ കമ്മിറ്റി ഉണ്ട് പ്രദേശത്ത്. ഒറ്റ ഏരിയ കമ്മിറ്റി അംഗം, ഒറ്റ ലോക്കൽ കമ്മിറ്റി, 250 ലോക്കൽ കമ്മിറ്റി അംഗം ഇല്ല. ആയിരക്കണക്കിന് പാർട്ടി അംഗങ്ങൾ, ഒരൊറ്റ പാർട്ടി അംഗം പോലും ഈ MLA-യുടെ കൂടെ പോകുന്ന സാഹചര്യം ഉണ്ടായില്ല. എന്തേ ഈ പാർട്ടി അങ്ങ് പിളർത്തി പോവാന്ന് അദ്ദേഹം പറഞ്ഞത്. മലബാർ മേഖലയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ മുഴുവൻ പിളർത്തിയെന്നാ പറഞ്ഞത്. അത് പുറമേക്ക് കാണില്ല, അൻവറിന്റെ വാക്കുകളാണ്. അത് പുറമേക്ക് കാണില്ല, വോട്ടായി വരികയുള്ളൂ. കാരണം നേതാക്കളൊന്നും വരില്ല. ഒരു നെറ്റ്വർക്ക് ഒക്കെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 9 വർഷക്കാലം നിങ്ങളുടെ പാർട്ടി സഖാക്കളുമായിട്ട് തന്നെ നിരന്തരം സംവദിച്ചുകൊണ്ടിരിക്കുകയല്ലേ അൻവർ? അല്ല, ഈ സ്വപ്നം കാണുമ്പോൾ എത്ര വലിയ സ്വപ്നം കണ്ടോട്ടെ, നല്ല ബിരിയാണിയൊക്കെ കഴിച്ച് കിടന്നുറങ്ങുന്നതായിട്ട് സ്വപ്നം കണ്ടോട്ടെ, എന്തിനാ കട്ടൻ കാപ്പി എന്ന് സ്വപ്നം കാണണ്ട. ഞാൻ സൂചിപ്പിച്ചത് ഒരാളെ അടത്തിയെടുത്തിട്ടാണ് പറയണമെങ്കിൽ അവിടെ മൊത്തം 4000-ഓളം പാർട്ടി അംഗങ്ങൾ ഉള്ളതിൽ ഒരു പാർട്ടി അംഗത്തെ അടത്തിയെടുത്തിട്ടാണ് ഈ വർത്തമാനം പറയണമെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം സ്വപ്നം കണ്ടോട്ടെ, അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ സ്വപ്നം കണ്ടോട്ടെ. ഏത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരെന്ന് പറഞ്ഞാൽ ആ പാർട്ടി ചിഹ്നം പോലും മത്സരിക്കാൻ കിട്ടുന്നില്ല, അതൊക്കെ പോട്ടെ. ഞങ്ങൾ വ്യക്തിപരമായിട്ട് ഇത് കാണുന്നില്ല. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തെ, ആ വികസനത്തിന്റെ രാഷ്ട്രീയത്തെ നല്ല ചർച്ചയാക്കാൻ. അപ്പൊ ഈ ചർച്ച തുടങ്ങിക്കൊണ്ട് ലീഗിന്റെ പ്രതിനിധി പറഞ്ഞത് അവിടെ ജില്ലാ ആശുപത്രി ഉണ്ടല്ലോ, ജില്ലാ ആശുപത്രിയിൽ അൻവർ ഒന്നും ചെയ്തില്ല, അല്ല ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല. ആ ജില്ലാ ആശുപത്രിയിലെ മാതൃശിശു വിഭാഗത്തിന് 16.5 കോടി രൂപ, മിനി സിവിൽ സ്റ്റേഷന് 15.25 കോടി രൂപ, എടക്കര ആയുർവേദ ആശുപത്രിക്ക് 2.5 കോടി രൂപ, അങ്ങനെ റവന്യൂ ടവറിനടക്കം 48.6 കോടി രൂപ. അവിടെ മൊത്തത്തിൽ ഈ മുഖ്യമന്ത്രിയെ തന്നെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് കഴിഞ്ഞ 4-5 വർഷം കൊണ്ട് 2000 കോടി രൂപയുടെ വികസന പ്രവർത്തനം ഞാൻ നടത്തി എന്ന് ശ്രീ PV അൻവർ തന്നെ പ്രഖ്യാപിച്ചിട്ട് മാസങ്ങളല്ലേ ആയോളൂ. അതുപോലെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന സ്റ്റേജിൽ ഇരുത്തിയിട്ട് ഇത്ര ചടുലതയോടെ ആയിക്കോട്ടെ ഒന്നും മണ്ഡലത്തിന് തരുന്നില്ല എന്ന്. അതെ, ഏതെങ്കിലും തരത്തിൽ ഒരു മാസം ഒരു ദിവസമല്ല ഇതിന്റെ വികസനം നടക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി സാമ്പത്തിക വർഷത്തിന്റെ ആരംഭത്തിൽ പ്രഖ്യാപിച്ച് അതിന്റെ സാങ്ഷൻ കൊടുത്ത് അത് കൃത്യമായിട്ട് ടെൻഡർ വിളിച്ച് ആ ടെൻഡർ നടപടികളാണ് പൂർത്തീകരിച്ചിരിക്കണേ. അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചു എന്ന് വെച്ചാൽ ഏതെങ്കിലും ടെൻഡർ പ്രവർത്തനം അവസാനിക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞുതരാം, എന്റെ മുന്നിൽ കൃത്യമായിട്ടുണ്ട് ഈ 2000 കോടി രൂപയുടെ വികസന പ്രവർത്തനം എന്താണ് അവിടെ നടന്നത് എന്ന് എന്റെ കൃത്യമായിട്ട് രേഖയുണ്ട്. ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. കൃത്യമായി ഇതൊക്കെ ജനങ്ങളുടെ മുന്നിലുള്ള സാഹചര്യമാണ്. ഒറ്റ കാര്യം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം, 2011 മുതൽ 16 വരെ ഈ സംസ്ഥാനത്തിന്റെ വൈദ്യുതി മന്ത്രി ആരായിരുന്നു? ഇപ്പോൾ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയുടെ പിതാവായിരുന്നു. അന്ന് അരമണിക്കൂർ ലോഡ് ഷെഡിങ്, അത് കഴിഞ്ഞ് 1 മണിക്കൂർ ലോഡ് ഷെഡിങ്, 3 മണിക്കൂർ ലോഡ് ഷെഡിങ്, അൺകണ്ടിന്യൂസ് ആയിട്ടുള്ള പവർ കട്ട്. ഇപ്പോൾ 2016 ശേഷം ജനിച്ച കുട്ടികൾക്ക്, കഴിഞ്ഞ 10 വയസ്സായ കുട്ടികൾക്ക് പവർ കട്ട് എന്താ, ലോഡ് ഷെഡിങ് എന്താന്ന് പറഞ്ഞു കൊടുത്താൽ പോലും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അപ്പൊ ഇവർ പറയുന്നത് ആ ആര്യാടൻ മുഹമ്മദ് കൊണ്ടുവന്ന ഭരണത്തിന്റെ നേട്ടത്തിന്റെ തുടർച്ച എന്നാ. അതായത് ഈ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും, സ്കൂളുകളെല്ലാം ദയനീയ അവസ്ഥ, അടച്ചുപൂട്ടിയ അവസ്ഥ, അത്തരത്തിൽ എല്ലാ വികസന വിരോധത്തിന്റെ ആ 34 കൊല്ലം അദ്ദേഹം MLA ആയിരുന്ന കാലം തിരിച്ചു കൊണ്ടുവരുമെന്ന. അതൊന്നും കൊണ്ടുവരാൻ കഴിയില്ല. കാരണം വികസന രംഗത്ത് വൻ കുതിപ്പ് ഈ പ്രദേശം നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ കൊടുത്ത പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഒറ്റ കാര്യം, ഈ ഏപ്രിൽ മാസം 25-ാം തീയതിയാണ് പെൻഷൻ കുടിശ്ശിക പ്രഖ്യാപിച്ചത്. ഒറ്റ പോയിന്റ് ഉള്ളൂ. ഈ ഞങ്ങൾ പെൻഷൻ കുടിശ്ശികയുണ്ടല്ലോ, നമുക്കൊക്കെ ചർച്ച ചെയ്തല്ലേ, എത്ര തവണ നമ്മൾ ചർച്ചയ്ക്കിരുന്നു. ആ കുടിശ്ശിക വിതരണം ചെയ്യുമെന്ന് പറഞ്ഞത് ഏപ്രിൽ മാസം 24-ാം തീയതി, അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 1 മാസം മുമ്പ്. ഇപ്പൊ ഇന്നലെ KC വേണുഗോപാൽ പ്രസംഗത്തിൽ പറയുന്നത് ഈ പെൻഷൻ വരെ മറ്റേ തരത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള കള്ളത്തരമാണെന്നുള്ള രീതിയിലാണ്. ആ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകളെ വരെ അവരുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന തരത്തിലുള്ള കള്ളപ്രസ്താവനയും വ്യാജ ആരോപണങ്ങളും നടത്തി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയം ഉയർത്താൻ പറ്റാത്ത തരത്തിലേക്ക് UDF തരം താണിരിക്കുന്നു. അതും ജനങ്ങൾ നവാസ് അതിന് മറുപടി പറയണം. ഈ കൈക്കൂലി പെൻഷൻ എന്നൊരു പരാമർശമാണല്ലോ KC വേണുഗോപാൽ നടത്തിയത്. അപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ CPM പ്രതിനിധിയുടെ പ്രതികരണം. അരുൺകുമാർ പറഞ്ഞത് അതാണ്.
പിന്നെ നിങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് പറയുന്നത് അങ്ങനെ വെറുതെ പുറത്തേക്ക് പറഞ്ഞത് കൊണ്ടായിട്ടില്ലല്ലോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ യോഗത്തിനകത്ത്, ലീഗ് യോഗത്തിനകത്ത് ഉയർന്ന ഒരു വിമർശനം എന്നുള്ളത് PV അൻവർ മത്സരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്തം പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് എന്നുള്ള വിമർശനം നിങ്ങളുടെ യോഗത്തിനകത്ത് ഉയർന്നു. അതിനുശേഷം PK കുഞ്ഞാലിക്കുട്ടി KC വേണുഗോപാലിനെ കണ്ട് ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തു എന്ന വാർത്തകളുണ്ട്. ഇതിനോട് എന്താണ് പ്രതികരണം? അല്ല, ഒന്ന് സ്മൃതി, നിങ്ങൾ ഈ പറയുന്ന പിന്നെ വാർത്തകളൊക്കെ ഉണ്ടായി എന്ന് പറയുന്ന യോഗത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. എവിടെയാണ് ആ ചർച്ച നടന്നത് എനിക്കറിയില്ല. അങ്ങനെ ഒരു ചർച്ച ഞങ്ങളുടെ യോഗത്തിനകത്ത് നടന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഞങ്ങളുടെ യോഗത്തിലെടുത്ത തീരുമാനം എന്ന് പറയും. അതെ, ദേശാഭിമാനിക്ക് അങ്ങനെ പറയാം, കൈരളി ചാനലിന് അങ്ങനെ പറയാം, വേണമെങ്കിൽ നേരത്തെ എന്റെ സുഹൃത്ത് അരുൺകുമാറിന് അത് ആവർത്തിച്ച് പറയാം. ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്ത ആളുകളാണ്. ഞങ്ങൾ ആ യോഗത്തിന്റെ ആദ്യാവസാനം ചർച്ച ചെയ്തത് ഓരോ പഞ്ചായത്തിലേക്കും ബൂത്തിലേക്കും മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി ആരെ നിശ്ചയിക്കണം, ആർക്കെങ്കിലും പ്രയാസമെങ്കിൽ അവരെ റീപ്ലേസ് ചെയ്യണം. അത്രയും ഒരു തിരഞ്ഞെടുപ്പിൽ അടിസ്ഥാനപരമായി ചുമതലകളെക്കുറിച്ച് വളരെ കൃത്യമായി ചർച്ച ചെയ്യുകയും ഓരോരുത്തരുടെയും ചുമതലയെക്കുറിച്ച് കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്തൊരു യോഗമാണ്. ആ യോഗത്തെക്കുറിച്ചാണ് ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത്. അല്ലെങ്കിലും ഈ ഇത്തരത്തിലുള്ള കള്ള വാർത്തകളും പൊടിക്കൈകൾ വെച്ച വാർത്തകളും പുറത്തു കൊണ്ടുവരികയും ഫേക്ക് വാർത്തകൾ പുറത്തു കൊണ്ടുവരികയും ചെയ്തൊക്കെ വടകരയിലും പാലക്കാടും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ. നീലപ്പെട്ടി പിന്നെ പെട്ടിയല്ലാതായി മാറിയതും സ്ക്രീൻഷോട്ടുകൾ പിന്നെ ആളില്ലാത്ത സ്ക്രീൻഷോട്ടുകളായി മാറിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഞങ്ങൾ ഇതൊന്നുമല്ല പ്രതീക്ഷിക്കുന്നത്. 19 തീയതി വരെ സമയമുണ്ട്. ഇതിലും വലിയ വാർത്തകൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ വരുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. ഇപ്പൊ ഇവിടെ അരുൺകുമാർ പറഞ്ഞു മുസ്ലിം ലീഗിന്റെ തങ്ങളമാരും പങ്കെടുത്തില്ലല്ലോ, വിട്ടുനിന്നല്ലോ, എന്തോ പ്രയാസമുണ്ടല്ലോ എന്നാണ്. ശ്രീ അരുൺകുമാർ, ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എല്ലാവർക്കും അറിയാം, സൗദി ഗവൺമെന്റിന്റെ പ്രത്യേക ക്ഷണിതാവായി ഇത്തവണ ഹജ്ജിന് പോയതാണ്. അദ്ദേഹത്തിന്റെ അവസാനത്തെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് മെയ് മാസം 26-ാം തീയതി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിക്കണം എന്നാണ് ലാസ്റ്റ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. അദ്ദേഹം ഹജ്ജ് യാത്രയിലാണ്, ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഡൽഹിയിൽ നിന്ന് പോകുമ്പോൾ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഫ്ലൈറ്റിൽ വെച്ചിട്ട പോസ്റ്റാണ്. നിങ്ങൾ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് അഭിമന്യനായ അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ മെയ് 26 ഫേസ്ബുക്ക് പോസ്റ്റിലെ ആദ്യത്തെ പോസ്റ്റ്, ഈ പ്രഖ്യാപനം കഴിഞ്ഞ ഉടനെ മിനിറ്റുകൾക്കകം അബ്ബാസ് അലി തങ്ങളുടെ പ്രഖ്യാപനം ഈ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമെന്നാണ്. മുനവർ അലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായി നാട്ടിലില്ല. അദ്ദേഹം പോകുന്നതിന് മുൻപ് നാട്ടിൽ നിന്നിട്ട് അവസാനത്തെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇവിടെ ഈ മണ്ഡലത്തിൽ വന്നിട്ട് ആര്യാടൻ ഷൗക്കത്തിനൊപ്പം നിൽക്കുന്ന വീഡിയോ ആണ്. അപ്പൊ ഇത്രയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിട്ടും ഇവിടെ വന്നിരുന്ന് ലീഗിൽ എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിലും 9 കൊല്ലം ഭരിച്ചിട്ട് ലീഗിന് എന്തെങ്കിലും അത് കുഴപ്പങ്ങളുണ്ടോ, മുന്നണിക്കകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ആ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഞങ്ങൾക്ക് വോട്ടാക്കാൻ സാധിക്കുമോ എന്ന് പറയുന്നത് തന്നെ ലജ്ജാകരമല്ല അരുൺകുമാർ? അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന നിങ്ങൾ എത്രത്തോളം ദുർബലമാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങൾ വളരെ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞല്ലോ. 9 വർഷക്കാലം കഴിഞ്ഞ് 10ാം വർഷത്തിൽ കിടക്കുന്ന ഈ സർക്കാരിനെ വിലയിരുത്തണം. അങ്ങ് പറഞ്ഞല്ലോ 2000 കോടിയുടെ വികസനം പേപ്പറിൽ എഴുതി വെച്ചിട്ട് കാര്യമില്ല സാർ. ഞാനിവിടെ ഉണ്ട് നിലമ്പൂരിൽ, നിങ്ങൾ വാ, നിലമ്പൂരിലൊന്ന് പോയി പരിശോധിക്കുക, അവിടെ ഉണ്ടാകണം. ഇപ്പോ നേരത്തെ പറഞ്ഞു കുടിശ്ശിക വിതരണം ചെയ്യുമെന്ന വാർത്ത പുറത്തു വന്നല്ലോ. ഈ സർക്കാരിന്റെ ഏറ്റവും സവിശേഷമായ വാർത്തകൾ പെൻഷൻ കുടിശ്ശിക കുറിച്ചോ ഞാൻ വരാം, പറയട്ടെ, സമയവും ഡേറ്റും കുറിച്ചോ ഞാൻ വരാം, ഞാൻ കൃത്യമായിട്ട് നിങ്ങൾ വെച്ചോ വരാം. വരുമ്പോ ഒരു കാര്യം ഓർക്കണേ, നിങ്ങളല്ലേ പറഞ്ഞത് എന്ന തെളിവായിട്ട് വരരുത്. കാരണം അൻവർ തെളിവായിട്ട് വരരുത്. വികസന പ്രവർത്തനം പിണറായി സ്റ്റേജിലിരുത്തി അൻവർ അന്ന് പ്രസംഗിച്ചതല്ലേ എന്നാണല്ലോ താങ്കൾ ഇപ്പൊ 2000 കോടി തെളിവിന് വേണ്ടി പറഞ്ഞത്. ആ തെളിവായിട്ട് വരരുത്. കാരണം അൻവറിന്റെ കാൻഡിഡേറ്റ് അപ്പുറത്തുണ്ട്, അൻവർ അപ്പുറത്തെ സ്ഥാനാർത്ഥിയാണ്. അതെ, നിങ്ങൾ കൊണ്ടുവന്നാൽ നമുക്ക് നേരിട്ട് ഇപ്പൊ ഈ അരുൺകുമാർ പറഞ്ഞത് കുടിശ്ശിക വിതരണം ചെയ്യാൻ തീരുമാനിച്ചു വന്നതാണ്. അല്ല, ഞാനൊന്ന് പറയട്ടെ അരുൺകുമാർ, കുടിശ്ശിക വിതരണം ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഏത് കുടിശ്ശിക വിതരണം? പെൻഷൻ വിതരണം ചെയ്യാനല്ല, കുടിശ്ശിക വിതരണം ചെയ്യാൻ തീരുമാനിച്ചു വന്നത് ഭയങ്കര വാർത്തയാണ് കേരളത്തിൽ. അതൊരു സർക്കാരിന്റെ വിജയമോ പരാജയമോ ശ്രീ അരുൺകുമാർ? KSRTC ഉദ്യോഗസ്ഥന്മാർക്ക് 1-ാം തീയതി ശമ്പളം കൊടുക്കും എന്ന് സവിശേഷമായ ഒരു വാർത്തയാണ് കേരളത്തിൽ. കാരണം എന്താണെന്നറിയോ? അത് കൊടുക്കുക എന്ന ശീലം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതൊരു സവിശേഷമായ വാർത്തയാണ്. ഇപ്പൊ നിങ്ങൾ പറയാണ് ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രി ആയിരുന്നു, ഇപ്പൊ ലോഡ് ഷെഡിംഗ് അല്ലെങ്കിൽ പവർ കട്ട് അറിയാം. ഞാനൊന്ന് പറയട്ടെ സാർ, ഞാനൊന്ന് പറയട്ടെ. കേന്ദ്രത്തിന് പറഞ്ഞിട്ടെ 748 കോടി രൂപ ജനങ്ങൾ പിരിച്ച് കയ്യിൽ തന്ന പണം അത് അവിടെ അക്കൗണ്ടിൽ വെച്ചിട്ട് ഈ പാവപ്പെട്ട വയനാട്ടിലെ ജനങ്ങൾ സമരം ചെയ്യുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന അരുൺകുമാർ പറയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടല്ലോ. ഇതൊക്കെ
കേന്ദ്രത്തിന് വിട്ടേക്ക്. ജനങ്ങൾ പിരിച്ചെന്ന് 700 കോടി രൂപ അക്കൗണ്ടിൽ വെച്ചിട്ട് ആ ജനങ്ങൾ, വയനാട്ടിലെ ജനങ്ങൾ കഴിഞ്ഞ ദിവസം വാടക കൊടുക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുമ്പോൾ നോക്കി നിൽക്കേണ്ടി വന്ന ഗതികേടുള്ള ജനങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ ഇനി കേന്ദ്രം പറയല്ല സാറേ. കയ്യിലുള്ള പണം ചെലവഴിക്കാൻ നിങ്ങൾക്ക് എന്ത് മാനദണ്ഡം? കേന്ദ്രം നമുക്ക് തമ്മിലെന്ന് വെക്കാം. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒന്ന് ആ വിഷ്വൽ ഒന്ന് കാണിച്ചു കൊടുക്ക്. മിനിയാന്നാണ് വയനാട്ടിലെ ജനങ്ങൾ വാടക കിട്ടാത്തതിന്റെ പേര് സമരം ചെയ്തത്. മിനിയാന്നാണ് എംപി ടൗൺഷിപ്പ് സാർ. പറയുന്ന എസ്റ്റേറ്റിന്റെ രേഖ ഗവൺമെന്റ് കിട്ടിയിട്ടുണ്ടോ? അത് പോലും ഇല്ലല്ലോ സാർ. നിങ്ങളുടെ ഒരു അവസ്ഥ ഇതിനെ വന്ന് ന്യായീകരിക്കേണ്ടി വരാൻ അനുകൂലമായ ഗവൺമെന്റ് കൃത്യമായി വിതരണം ചെയ്യുന്നുണ്ട്. ഒരു വർഷം കഴിഞ്ഞു, അടുത്ത മഴക്കാലമായി, ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല. മരുന്ന് കൊടുത്തോ? കൊടുത്തില്ല. ഭക്ഷണത്തിന് വേണ്ടി കൊടുക്കാൻ ഒരു മാസത്തെ കൊടുത്തു. കൊടുത്തോ? എവിടെ കൊടുത്തു സാർ? എവിടെ കൊടുത്തു? പിന്നെ എന്തിനാ കഴിഞ്ഞ ദിവസം അവർ സമരം ചെയ്തത്? അവർ സമരം ചെയ്തത് നിങ്ങൾ ഇങ്ങനെ വടിവൊക്ക ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞ് അവതരിപ്പിച്ച് പോയാൽ മതി. ജനങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളില്ല സാർ. പറയുന്നത് ജനങ്ങളുടെ അത് കേൾക്കോ എന്നിട്ട് പറ. യുവരാജ് ഗോകുൽ, നിങ്ങൾ പേരിനൊരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, പേരിനൊന്ന് മത്സരിക്കുന്നു, ചീത്തപ്പേര് ഒഴിവാക്കാൻ എന്നുള്ളതാണ് നിങ്ങൾക്കെതിരെയുള്ള വിമർശനം. പ്രധാനപ്പെട്ട നേതാക്കൾ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രചാരണത്തിനുണ്ടാകില്ല, വല്ലപ്പോഴും 1-2 പേരൊന്ന് വന്നു പോകുമായിരിക്കാം എന്നും പറഞ്ഞു കേൾക്കുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയല്ലേ? നിങ്ങൾ ആദ്യം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ തള്ളുകയായിരുന്നല്ലോ. അപ്പോൾ വേണ്ടാത്തൊരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മത്സരിക്കുന്നു എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഇല്ല, അങ്ങനെയില്ല സ്മൃതി. കാര്യം കഴിഞ്ഞ ദിവസം നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള ശ്രീ PK കൃഷ്ണദാസ്, ശ്രീ ശോഭാ സുരേന്ദ്രൻ ഇവരുൾപ്പെടെയുള്ള ഒരു ഒരു നേതൃനിരയാണ് അവിടെ ക്യാമ്പയിനിങ്ങിന് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട് അവിടെ ഉണ്ടായിരുന്നു. അതും പോരാഞ്ഞിട്ട് NDAയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പം തീർച്ചയായിട്ടും ആദ്യ ദിവസങ്ങളിൽ തന്നെ അത്രയേറെ ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നല്ല നിലയിലുള്ള ക്യാമ്പയിൻ അവിടെ നടക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും എല്ലാ നേതാക്കളും അവിടെ പ്രചരണത്തിനെത്തും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു തരത്തിലുള്ള സംശയം ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ മത്സരിക്കുന്നോ ഇല്ലയോ എന്നുള്ള ചർച്ച നടന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വസ്തുത തന്നെയാണ്. പക്ഷെ മത്സരിക്കുവാൻ ഒരു സ്ഥാനാർത്ഥിയെ രംഗത്ത് ഇറക്കിയതിന് ശേഷം പിന്നീട് ആ മത്സരത്തിനെ സീരിയസ് ആയിട്ട് എടുക്കില്ല എന്നുള്ള തരത്തിലുള്ള ഒരു സമീപനവും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ആ മത്സരത്തിന് കേരളത്തിലെ മറ്റേത് മണ്ഡലങ്ങളിലും നടക്കുന്ന ഒരു മത്സരം പോലെ പക്ഷേ ഈ മലയോര കർഷകരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അവിടുത്തെ വന്യമൃഗശല്യമാണല്ലോ. അതിൽ കേന്ദ്ര നിലപാട്, കേന്ദ്രത്തിന്റെ നിയമം, അതിലൊന്നും ഒരു പൊളിച്ചെഴുത്തില്ല. നിങ്ങൾ എങ്ങനെ വോട്ട് ചോദിക്കും? അല്ല, കേന്ദ്ര നിയമം മാറണം, കേന്ദ്രത്തിൽ വയനാടിന് പ്രത്യേകമായിട്ട് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടാണ് വയനാട്ടിൽ ഒരു MP ഉള്ളത്. ആ MPയെ സംബന്ധിച്ചിടത്തോളം വല്ലപ്പോഴും വയനാട്ടിലേക്ക് വരികയും വയനാട്ടിലെ വിഷയങ്ങൾ എന്താണ് എന്ന് പഠിക്കുകയും ആ പഠിക്കുന്ന കാര്യങ്ങൾ പാർലമെന്റിനകത്ത് ഒരു തവണയെങ്കിലും എഴുന്നേറ്റ് നിന്ന് അവതരിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കണമല്ലോ. അല്ലാണ്ട് കേന്ദ്ര ഗവൺമെന്റ് അവിടെ ഇരുന്ന് സ്വപ്നം കാണുകയല്ലല്ലോ. ഇവിടെ ഇപ്പോൾ വയനാട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് അതിനകത്ത് പോകണം. അതിനല്ലേ ഇവിടെ ഒരു സംവിധാനം ഉള്ളത്. 542 MPമാരുള്ളത് എന്തിനാണ്? തീർച്ചയായിട്ടും അതാത് കോൺസ്റ്റിറ്റ്യുവൻസികളിൽ എന്താണ് വിഷയം എന്നുള്ള കാര്യം കേന്ദ്രത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. വയനാട്ടിലെ MP ഒരു ടൂറിസ്റ്റ് വരുന്നത് പോലെ വല്ലപ്പോഴും വരികയും ഏതെങ്കിലും കടയിൽ കയറി പഴംപൊരിയും ചായ തിന്നുകയും അത് പത്രങ്ങളിൽ വാർത്തയാക്കുകയും ചെയ്തിട്ട് തിരിച്ചു പോകാന്നുള്ളതല്ലോ. ഇതുപോലുള്ള കാര്യങ്ങൾ ജയിക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. നിങ്ങൾ ടൂറിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന MP അത് പ്രബുദ്ധ കേരളം എന്ന് നമ്മൾ വിളിക്കുന്നതിന്റെ മറ്റൊരവസ്ഥാ വിശേഷമായിട്ട് മാത്രമേ നമുക്ക് അതിനെ കാണാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഒരു ദുര്യോഗം. ശരി, പ്രബുദ്ധ കേരളം എന്നുള്ളത് തന്നെയാണ് കേരളത്തിന്റെ ഒരു ആശ്വാസം. വളരെ നന്ദി ശ്രീ PK നവാസ്, അഡ്വക്കേറ്റ് K. സരൺകുമാർ, യുവരാജ് ഗോകുൽ, അഡ്വക്കേറ്റ് സാജിദ് ബാബു, A. സജീവൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.